നമസ്കാരം ടു ദ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ കോട്ടയം. ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആദ്യത്തെ സ്പീച്ചൊക്കെ ഇംഗ്ലീഷിലാണ്. പ്രിൻസിപ്പൾ മലയാളത്തിലാണ് പറഞ്ഞത്. നീയാ ഞാൻ ഏത് ഭാഷയിലാണ് പറയേണ്ടത്? ബട്ട് ഐ വാസ് ആസ്ക്ഡ് ബൈ the person who communicated with me to speak in Malayalam. Yes, please speak in Malayalam, sir. പക്ഷെ ഈ ആങ്കർ ചെയ്യുന്ന ആൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കൊരു ടെമ്പോ ഇംഗ്ലീഷിലായി പോകണം. അതുകൊണ്ട് അറിയാൻ തുടങ്ങിപ്പോയത്. താങ്ക് യു പ്രൊഫസർ ലില്ലി. എൻ്റെ സുഹൃത്ത് ജോസ് തോമസ് ആയിരുന്നു നിങ്ങളുടെ പണ്ടത്തെ പ്രിൻസിപ്പൾ. ഞാനും ജോസ് തോമസും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കൂടെയാണ് MSc മാത്തമാറ്റിക്സ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഉഴവൂര് കോളേജിൽ വരുന്ന സമയത്ത് ജോസ് തോമസ് അവിടെ ഉണ്ടെന്ന് ഏകദേശം എനിക്കറിയാം. പക്ഷേ ജോസ് തോമസ് എന്നെ കോണ്ടാക്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സെലിബ്രേഷൻ ആയിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു MScക്ക് കൂടെ പഠിച്ചെന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരേ ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങൾ കൂടെ ഉഴപ്പിയവരാണ്. ജോസ് തോമസ് ആ കഥകളൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കണം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും ജോസ് തോമസിന്റെ പീരീഡിൽ എന്നെ ഒരു പ്രാവശ്യം ഉഴവൂര് വിളിച്ചാൽ കുറെ കൂടി കഥകൾ പറയാമായിരുന്നു. പക്ഷെ ഉണ്ടായില്ല. ഏതായാലും ലില്ലി കെ സെറിയാക്, നന്ദി ഫോർ ഗിവിംഗ് ദിസ് പ്ലാറ്റ്ഫോം ടു ഷെയർ മൈ തോട്ട്സ്, വിച്ച് ഈസ് നോട്ട് ആക്ച്വലി ഫോർ മീ ടു ഷെയർ, ബിക്കോസ് കുറേ നല്ല സ്പീക്കേഴ്സ്, ഇപ്പം നിയ മാത്യുവിൻ്റെ ഒക്കെ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഷീ ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ടു സ്പീക്ക് ഓൺ എംപവർമെന്റ്. ഞാൻ പറയാൻ വിചാരിച്ച എന്താണ് UK പ്രൊസഷനും കമ്പനി പ്രോബ്ലംസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയില്ല ഈ റിയലി ഇത്തരം സെലിബ്രേഷൻസ് വേണോ എന്ന് ചോദിച്ചാൽ. കാരണം ഭാരതത്തില്, വിശിഷ്യ കേരളത്തില് സെലിബ്രേഷൻസിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതുണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ടോക്ക് വന്ന സമയത്ത് തന്നെ വുമൺ ഈസ് ഫ്യൂച്ചർ എംപവർമെന്റ് എന്ന് ഞാൻ പേര് കൊടുത്തത്. നമ്മള് വെല്ലുവിളികളെ നേരിടുക, ചൂസ് ടു ചാലഞ്ച് എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും വെല്ലുവിളികളെ നേരിടേണ്ടത് സെലിബ്രേഷനിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. വെല്ലുവിളി നിറഞ്ഞ ലോകമാണ്. അതുകൊണ്ട് ലോകത്ത് നമുക്ക് ജീവിക്കുന്ന സമയത്ത് അലർട്ട് ഉണ്ടാവണം. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റൽ ആണ്, അത് ഇൻവൈറ്റഡ് അല്ല, ഇറ്റ് ജസ്റ്റ് കംസ്. അതിഥി എന്ന് മലയാളത്തിൽ പറയുന്ന പോലെയാണ്. അതിഥി എന്ന് പറയുന്നത് ഇന്ന് ഇൻവൈറ്റഡ് ആണെന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ തിഥി അറിയാതെ എന്നാണ് അർത്ഥം. നെഗറ്റീവ് ഓഫ് തിഥി ഈസ് അതിഥി. നോട്ടീസ് തരാതെ പെട്ടെന്ന് വരുന്ന അവയാണ് വെല്ലുവിളികൾ. പക്ഷെ ആ വെല്ലുവിളികൾ ഒരു ട്രാവലർക്ക് എപ്പോഴും ഉള്ളതാണ്. ഒരു അഡ്വഞ്ചർ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴുമുണ്ട്. ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നവര് അഡ്വഞ്ചർ ആണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്? അല്ല, വളരെ രസകരമായി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ലൈഫാണോ? ഇത് തമ്മിൽ ഒരു ചെറിയൊരു മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ചാലഞ്ചസ് ഏറ്റെടുക്കുമ്പോൾ, വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോൾ, അത് അഡ്വഞ്ചറസ് ആയിട്ട് മാറുമ്പോൾ അത് ത്രില്ലിംഗ് ആണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ആർ യു ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഇൻ യു. നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നനുസരിച്ചിട്ടാണ്. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കണം എന്ന് തോന്നുന്ന ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്ന കുറേ വ്യക്തികൾ, അത് ചിലപ്പോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ സ്ത്രീകളാണ് നമ്മുടെ നെയ്ബറിംഗ് രാജ്യങ്ങളെക്കാളും എന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം ലോകത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇന്ത്യയുടെ സ്ഥിതി ചിലപ്പോൾ പാകിസ്ഥാനേക്കാളും അഫ്ഗാനിസ്ഥാനേക്കാളും നേപ്പാളിനേക്കാളും ഒക്കെ മോശം. അതിൻ്റെ ഒരു ചെറിയൊരു വംശം, ഒരു ചെറിയൊരു പാർട്ടായിട്ട് കാണാൻ പറ്റും. എനിക്കറിയില്ല നിങ്ങളൊക്കെ എത്ര പേര്, നമ്മളിപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണർ ഓഫ് ഇന്ത്യ, നേരെ ഓപ്പോസിറ്റ് നോർത്ത് ഈസ്റ്റ് കോർണർ ഓഫ് ഇന്ത്യയിലേക്ക് പോകണം. ഞാനൊക്കെ ടിബറ്റ്
കൈലാസം ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ചില ഹോട്ടലുകൾ, ആ ഹോട്ടലുകൾ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ബ്രഹ്മപുത്ര റിവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കുറേ ജീപ്പുകൾ ഇങ്ങനെ കാത്തിരിക്കും. കാരണം ബ്രിഡ്ജില്ല. അവയെ കയറുകൊണ്ട് കെട്ടി, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽ കയറുകളാണ്. ആ സ്ട്രിങ് കൊണ്ട് കെട്ടി വലിച്ച് ഈ ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ജീപ്പിനെയൊക്കെ കൊണ്ടുപോകുന്ന പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്കറിയാം. റിവർ ക്രോസ് ചെയ്യാൻ പണ്ട് ബോട്ടോ പാലമോ ഇല്ലാത്തപ്പോൾ അത്തരം ഫെസിലിറ്റീസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അത് കെട്ടിവലിക്കുന്നത് ഒരു സ്ത്രീയാണ്. അത് നമ്പർ ഓഫ് പുള്ളീസ് ഉണ്ട്, ആ പുള്ളീസൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പറ്റും. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് വയസ്സനായിട്ടുള്ള ഒരാൾ, അയാളുടെ ഭർത്താവായിരിക്കും ചിലപ്പോൾ, അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ സൗത്ത് വെസ്റ്റ് ഇന്ത്യയിലെ, സൗത്ത് വെസ്റ്റ് കേരളത്തിലെ സ്ത്രീധനമാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊക്കെ ഇന്ത്യയുടെ ഇറ്റാനഗർ, ടിബറ്റ് ബോർഡറുകൾ, അല്ലെങ്കിൽ ബർമ ബോർഡർ, അല്ലെങ്കിൽ നേപ്പാൾ ബോർഡർ, ആ ഇന്ത്യയുടെ പ്രദേശത്ത് തന്നെ, ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ ഉള്ളത് മാരേജ് ചെയ്യുന്ന സമയത്ത് സ്ത്രീധനല്ല കൊടുക്കേണ്ടത്, പുരുഷധനാണ്. നേരെ തിരിച്ചാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന മഹാഭൂഖണ്ഡത്തിൽ എന്തായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ലോകത്തിൽ ഇന്ന് കാണുന്ന പ്രോബ്ലംസ് ഒന്നും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റം പലതരത്തിൽ വരാം. അതിൽ എന്താണ് അതിന് പ്രധാനമായിട്ടുണ്ടായ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻവേഷൻ, അത് മുസ്ലിം ഇൻവേഷൻ ആയാലും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു, കാരണം ബ്രിട്ടനിലാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് 1900 ബിഗിനിങ്ങിൽ. 1908 ആ പ്രകടനം നടന്നത്. ആ 1908 പ്രകടനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ചരിത്രം എഴുതപ്പെടുന്നത് പലപ്പോഴും ആ ചരിത്രം ഉണ്ടാക്കുന്ന വ്യക്തികളല്ല, അതിൽ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ആൾക്കാരുടെയാണ് ചരിത്രം. അന്താരാഷ്ട്ര വുമൺ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഭാരതത്തിൽ നിന്ന് പറയുമ്പോൾ ലോകത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതൊക്കെ വളരെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. പക്ഷെ ഭാരതത്തിൽ, കേരളത്തിൽ വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നില്ല എന്ന് പറയണം. പക്ഷെ ഇന്ന് പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് പ്രധാനപ്പെട്ട കാരണം പൂർണ്ണേ മനസ്സി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഹി ഉപാന ഗൂഢപാതസ്യ നനുചർമ്മ സ്തുതൈവ ബുവുഹു എന്നാണ്. അവനവന്റെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ചിട്ടാണ്. പൂർണ്ണേ മനസ്സി സമ്പൂർണം, അവനവന്റെ മനസ്സിൽ അവനവന് ധൈര്യമുണ്ടെങ്കിൽ ഏത് അഡ്വഞ്ചറും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. അത് എൻജോയ് ചെയ്യും. അത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്ന് തോന്നിയാൽ ഭയത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലോകമെമ്പാടും വനിതാ ദിനം ആഘോഷിക്കുന്ന, അവകാശങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവർ, സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയപരമായുമായിട്ടുള്ള വെല്ലുവിളികളും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ആഘോഷം എന്നുള്ള നിലയിൽ നമ്മൾ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ അത് കയറണം. പലപ്പോഴും അക്കാഡമിക്കലി ചെയ്യുമ്പോഴും കൾച്ചറലി ചെയ്യുമ്പോഴും അതൊന്നും മനസ്സിനകത്ത് കടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ഏറ്റവും കൂടുതൽ അലംഭാവമുള്ള ആൾക്കാർ ചിലപ്പം നമ്മളൊക്കെയാണെന്ന് പറയണം. കാരണം ആ കോൺസെൻട്രേഷൻ, ആ ഡെഡിക്കേഷൻ, ആ ഡിവോഷൻ നമ്മൾ ബ്രിട്ടനിലായാലും അമേരിക്കയിലായാലും ആൾക്കാർക്കൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവർ പ്രോഗ്രസ് ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഭാരതത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. ബാക്കിയൊന്നും പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പോപ്പുലേഷൻ കൊണ്ടുള്ളതാണ്. സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് സ്ത്രീകളാണെങ്കിൽ അതിനുള്ള കാരണവും പോപ്പുലേഷൻ തന്നെയാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒരു വാർഷിക പരിപാടിയായിട്ട് ഈ വനിതാ ദിനം പറഞ്ഞല്ലോ, 1908 11 100 വർഷമായി. ഈ 100 വർഷം കൊണ്ട് എന്ത് മാറ്റം! സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്കയാണ്
ഇത് വനിതാ ദിനമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചത്. എന്നിട്ട് കോൾ ഫോർ ആക്ഷൻ, ഫിലാന്ത്രോപ്പി, അല്ലെങ്കിൽ അപ്ലിഫ്റ്റിംഗ് വുമൺ, കൊളാബറേഷൻ എന്ന് പല പല കാര്യങ്ങളും നമുക്ക് പറയാം. ഈ പ്രതീക്ഷകൾ, പച്ച റെപ്രസെന്റ് ചെയ്യുന്നത് പ്രതീക്ഷയാണ്. അതുകൊണ്ട് അതിന്റെ സിമ്പലിൽ പച്ചയുണ്ട്, പർപ്പിളും പിങ്കും ഒക്കെ ഉണ്ട്. പിങ്കിനെ കുറിച്ച് പറയുമ്പോൾ പിങ്ക് എന്ന് പറയുന്നത് റെഡും, ലേഡീസിന്റെ കളർ പിങ്കാന്ന് പറയാം. പിങ്ക് എന്ന് പറയുന്നത് റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് പീസാണ്, റെഡ് ഒരു ഡേഞ്ചറാണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ കോഷനാണ്. റെഡിനെ നമ്മൾ എപ്പോഴും ഭയപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പിങ്ക് റെഡും വൈറ്റും മിക്സ് ചെയ്തത്? ഭയപ്പെടേണ്ടതാണ് സ്ത്രീകൾ എന്നാണ്. അതേ സമയത്ത് പീസ്ഫുള്ളും ആണ്, രണ്ടും ആവാൻ സാധിക്കും. യു ക്യാൻ ബി ഇൻ പീസ് ആൻഡ് അറ്റ് പീസ്, ആൻഡ് ഓൾസോ യു ക്യാൻ ക്രിയേറ്റ് ടെറർ ആൻഡ് വയലൻസ്. അത് ഒരു ലോകം അംഗീകരിച്ചിട്ടുള്ള സംഭവമാണ്. അധികാരം എന്ന് പറയുന്നത് ശക്തിയാണ്. അത് ശാരീരികമായ ശേഷിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് ശാരീരിക ശേഷിയായിരുന്നു, പക്ഷെ ഇന്ന് ശാരീരിക ശേഷിയല്ല, സാമ്പത്തികമാണ്. ഇപ്പൊ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ, ഒന്ന് ഗവൺമെന്റ്, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി, അവരുടെയൊക്കെ തുറകളിൽ തുടങ്ങിയിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ കുറേ പ്രോഗ്രാമുകൾ. അവരാണ് പല ക്യാൻറ്റീനുകളും നടത്തുന്നത്, അവരാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്, അവർക്കാണ് ലോൺ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു പല വീടുകളിലും പോയിട്ട് ഫ്രിഡ്ജ് ആരാ മേടിച്ചത് മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മ മേടിച്ചു എന്നാ പറയാ, അച്ഛൻ മേടിച്ചു എന്ന് പറയാറില്ല. കാരണം ഇന്ന് സ്ത്രീകൾക്കാണ് പ്രാധാന്യം. അപ്പം സാമ്പത്തികമായിട്ടും അതുകൊണ്ടുണ്ടാവുന്ന പ്രയോജനം ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതികൾ, മിനിമം വേജസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളത്. ഈ പുരുഷന്മാരെ ശക്തമായി വളർത്താൻ സ്ത്രീകൾക്ക് സാധിക്കും. പക്ഷേ മിക്കവാറും നമുക്ക് അതിനുള്ള ഒരു എൻവിറോൺമെന്റ്, ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ പുരുഷ ശാക്തീകരണം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് മാറ്റി കുടുംബം എന്നുള്ളതിൻ്റെ ഒരു സങ്കല്പത്തില് സ്ത്രീകളുടെ പ്രാധാന്യം, അവരുടെ കുടുംബങ്ങൾ, അത് അങ്ങനെയാണ് ജന്മന അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട്. നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നൈസ് ടു ഹാവ് എ ഹാർട്ട്, മനസ്സുണ്ടാവണം, നല്ല മനസ്സ്, ആൻഡ് ബെറ്റർ ടു ഹാവ് എ ഗുഡ് ഹെഡ്. ബട്ട് അഗെയിൻ ഹി സെഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാവ് 2 എച്ച് പാരലലി. നല്ല മനസ്സും നല്ല തലയും ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിയും നല്ല മനസ്സും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നിനാണ് പ്രോമിനൻസ്. അപ്പോൾ സ്ത്രീകൾ സാധാരണ നല്ല മനസ്സുള്ളവരും പുരുഷന്മാര് നല്ല ബുദ്ധിയുള്ളവരും ആണെന്നാണ് അവർ വിചാരിക്കുന്നതെന്നാണ് പറയാറ്. ഉണ്ടോയെന്ന് സംശയമാണ്. അപ്പൊ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ എപ്പോഴും എമ്പതിയും സിമ്പതിയും മാത്രം കൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കലായിട്ടും ജീവിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒരു ബാലൻസ്, റോൾ ഗോൾ മോഡൽ അല്ലെങ്കിൽ വാല്യൂസ്, ഇതിൻ്റെയൊക്കെ ഒരു കമ്പാറ്റബിൾ ആയിട്ടുള്ള ബാലൻസിങ്, അതാണ് കമ്മ്യൂണിറ്റികളും ജോലി സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ സാധിക്കുക. അപ്പോൾ എപ്പോഴാണ് സ്ത്രീ ശാക്തീകരണം സംഭവിക്കുക? എല്ലാ തുറകളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ ജോലി സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ്. അറിയില്ല, പണ്ട് ടാറ്റ അഡ്വർടൈസ്മെന്റ് കൊടുത്ത സമയത്ത് മെക്കാനിക്കൽ ഷോപ്പ് ഫ്ലോറിൽ മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവർക്ക് സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, ഒരു സ്ത്രീയാണ് കത്തെഴുതിയത്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് വലിയ ഒരു കമ്പ്യൂട്ടർ റവല്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, വലിയ എഴുത്തുകാരിയാണ്. ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും, ഞാൻ പറയുന്നത് അവരുടെ പേര്. അപ്പൊ ആ ഒരാള് അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രം, വേണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും അവരെ ടാറ്റയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ആ സ്ത്രീ
അവരുടെ ഹസ്ബൻഡ് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് കണ്ട ടാറ്റ നിങ്ങൾക്ക് എന്തുകൊണ്ട് കമ്പനി തുടങ്ങിക്കൂടാ എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ യുഗത്തിന്റെ തുടക്കക്കാരനായ ഏറ്റവും നല്ല ബിസിനസ്സുകാരനായ ഓണ്ടർപ്രനർ ആയിട്ടുള്ള. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾക്കും ആ സ്ത്രീയാണ് കാരണം. അവരെ നല്ല എഴുത്തുകാരിയാണ്. സ്ത്രീകളുടെ സാമൂഹികമായ, സാമ്പത്തികമായ, സാംസ്കാരികമായ, രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഇങ്ങനെ എടുത്തു പറയാൻ ഇഷ്ടം പോലെ. ഭാരതത്തിന്റെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ സെലിബ്രേഷൻസ് ആ ദിവസം മാത്രം നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കുകയും ബാക്കി ദിവസം മറക്കുകയും ചെയ്യുന്നതിന് പകരം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന പ്രക്രിയകൾ. ഞാൻ ചാറ്റ് ബോക്സിൽ സുധാ കൃഷ്ണമൂർത്തി എന്ന് കണ്ട സമയത്ത് എനിക്ക് സന്തോഷമുണ്ട്. ഈ വനിതകളുടെ നേട്ടങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആലോചിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ പകർത്താൻ പറ്റും. അതിന് വേണ്ടത് ആക്ച്വലി വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഉത്തിഷ്ഠത, ജാഗ്രത, എഴുന്നേൽക്കുക, എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ സ്റ്റോപ്പ് അൺടിൽ വി റീച്ച് ദ ഗോൾ എന്ന് സ്വന്തം തീരുമാനിക്കുക. അതാണ് അത്യാവശ്യമായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഗോൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് നമ്മൾ സാധാരണ പറയും എൻ്റെ കുടുംബം സമ്മതിക്കുന്നില്ല. അതെല്ലാവർക്കും ഉണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ആൺകുട്ടി പെൺകുട്ടി എന്നതിൽ നിന്ന് സ്ത്രീ എന്ന ഒരു ലോകത്തേക്ക് വളരുമ്പോൾ അവർക്ക് സമത്വബോധത്തിന് പകരം ഒരു സെപ്പറേഷന്റെ ബോധം, ആ ബോധം അവനവനുള്ളതാണ്. അവനവനില്ലെങ്കിൽ അതല്ലാതെ വളരെ സുലഭമായിട്ട്, വളരെ സുലളിതമായിട്ട്, വളരെ സ്വാഭാവികമായിട്ട് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് വളരെ സധൈര്യമായിട്ട് ഇറങ്ങുന്ന കുറെ വ്യക്തികൾ എനിക്കറിയാം. അത് ത്വരിതപ്പെടുത്താൻ ഇത്തരം ആഘോഷങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വലിയ വലിയ കാര്യമാണ്. പക്ഷെ വളരെ ചുരുക്കം. കുറേ ചാരിറ്റി ഓർഗനൈസേഷൻസോ സഹായ ഹസ്തങ്ങളോ ഒന്നും അല്ല വേണ്ടത്. അവനവന്റെ ഉള്ളിൽ നിന്ന് തോന്നണം, എനിക്ക് പവറുണ്ട്, എനിക്ക് കഴിവുണ്ട്. എനിക്ക് അറിയാവുന്ന കുറേ കുട്ടികളുണ്ട് കേരളത്തിൽ നിന്ന്. എൻ്റെ വാക്കുകൾ കേട്ടിട്ട്, എൻ്റെ പ്രചോദനം കേട്ടിട്ട് പലപ്പോഴും പിന്നീടുള്ള ഇന്ററാക്ഷനിലൂടെ കേരളത്തിൻ്റെ വെളിയിൽ പോയിട്ട് ഡൽഹിയിലും ഹൈദരാബാദിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എക്സാമിനേഷൻ എഴുത്, പാസ്സാകുക, അഡ്മിഷൻ കിട്ട്, എന്നിട്ട് വീട്ടുകാരെ സമ്മതിക്കുന്നില്ല എന്ന് പറ. സമ്മതിക്കുന്നില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. അങ്ങനെ ചേർന്നിട്ടുള്ള കുറേ കുട്ടികൾ എനിക്കറിയാം. അത് വലിയൊരു മാറ്റമാണ്. ലോകത്തിന്റെ പല ഭാഗത്ത് പോയിട്ട് ഇന്ന് വിദ്യാഭ്യാസം ചെയ്യുന്ന, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്ത് എത്രയോ പേരെ നമുക്കറിയാം. അത് നടക്കാത്തിടത്തോളം കാലം വേൾഡ് എക്കണോമിക് ഫോറം അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ളത്, ചിലപ്പം ഈ ഒരു വുമൻസ് ഡേ സെലിബ്രേഷൻ, ഇന്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേഷനിൽ നമ്മൾ ആലോചിക്കാതെ വിട്ടുപോകുന്ന ചില സാധ്യതകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങളുണ്ട്. വേൾഡ് എക്കണോമിക് ഫോറം ദുഃഖകരമായിട്ട് പറയട്ടെ, ഞാൻ നമ്മുടെ ജീവിതകാലത്ത് നമ്മളിൽ ആരും ഈ ലിംഗസമത്വം കാണില്ല. മാത്രമല്ല നമ്മുടെ കുട്ടികളിൽ പലരും അവരുടെ ജീവിതകാലത്ത് പോലും കാണാൻ സാധിക്കില്ല. നൂറ്റാണ്ടുകളോളം ഇത് കൈവരിക്കാൻ സാധിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളവരാണ് വേൾഡ് എക്കണോമിക് ഫോറം. അതിന് കാരണം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് സൊസൈറ്റിയിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒന്നുമല്ല. അത് വേണ്ടത് അവനവന്റെ വിശ്വാസത്തിലും കഴിവിലും ജോലിയിലും ഒക്കെയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പൊ കേരളത്തിന്റെ ഒരു സ്ഥിതി എടുക്കാം. കഴിഞ്ഞ ഒരു 24 മണിക്കൂർ ടി വിയിൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളത്, ഒരു ദിവസം പോലീസിനെ കാവല് നിർത്തിയിട്ട് അല്ലെങ്കിൽ SIയുടെ ജോബ് കൊടുത്തിട്ട് SI പോയിട്ട് കാവൽ നിൽക്കുന്ന, ഇത് ഒരു ദിവസം നടത്തിയതുകൊണ്ട് എന്താ കാര്യം? പിറ്റേ ദിവസം മുതൽ വ്യത്യസ്തമായിട്ട് പെരുമാറുന്ന സമയത്ത് അതിനെതിരെ അവനവന്റെ ശക്തി കാണിക്കാൻ സാധിക്കണം. ഇത് കാണിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ ഭരണത്തിൽ
ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കാം, ഭരണത്തിൽ മെജോറിറ്റി ലേഡീസ് അല്ല, വളരെ വളരെ മൈനോറിറ്റിയാണ്. പലപ്പോഴായിട്ട് ബില്ലുകൾ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഫെയിലായിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷനിലായാലും ലോക്കൽ ഇലക്ഷനിലായാലും കുറേ റിസർവേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പേരൊക്കെ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. നിർബന്ധപൂർവം അവരെ പിടിച്ചു കൊണ്ടുവാക്കിയിട്ടുള്ളത്. ഞാൻ കേരളത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ട് എങ്ങനെ കുടുംബശ്രീയിലെ മീറ്റിങ്ങുകൾ നടത്താം, എങ്ങനെ ഗ്രാമതലങ്ങളിൽ സ്ത്രീകളെ ശാക്തീകരിക്കാം എന്നുള്ളതിന്റെ ക്ലാസ് ഒക്കെ എടുക്കാൻ കുറേ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ആൾക്കാർ എന്തുകൊണ്ട് അവർക്ക് ഒരു റിപ്പോർട്ട് എഴുതാൻ പറയുന്ന സമയത്തും അല്ലെങ്കിൽ അവരോട് വളരെ കൃത്യമായിട്ട് സംഭവങ്ങൾ ചെയ്യാൻ പറയുന്ന സമയത്തും ഒക്കെ വളരെ അസലായിട്ട് ചെയ്യും. പക്ഷെ പ്രാക്ടിക്കലി പിറ്റേ ദിവസം മുതൽ അവർക്ക് സംശയമാണ്, അവർ വേറെ ആരുടെങ്കിലും ചോദിച്ചാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? വരുന്നത് വരട്ടെ. ഈ എന്തുകൊണ്ട് പ്രാതിനിധ്യത്തിലേക്ക് എത്തുന്നില്ല? വോട്ടേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയാൽ സ്ത്രീകളാണ് കൂടുതൽ. പക്ഷെ അവരെ ഭരിക്കുന്നവരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് റെപ്രസെന്റേഷനിൽ അവർ വരുന്നില്ല. ഇത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ കേൾക്കുന്ന ഇപ്പൊ 95 പേര് കേൾക്കുന്നുണ്ട്. അതിൽ എത്ര പേർക്ക് അതിന് ഒരു കോളേജുകളിൽ ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമിക്സിൽ ഹയസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 4 പേരിൽ 3 പേര് ഗേൾസാണ്. അവര് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഒരു സന്നദ്ധത കാണിക്കണ്ടേ? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ഷഠേദേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്തെന്നാണ്. ഉദ്യമം, ഞാൻ ഇത് ചെയ്യും എന്ന് പറയുന്ന ആ തോന്നൽ, അത് നല്ലതാണ്. ഉദ്യമം ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഈ ഒരു ആഘോഷങ്ങൾക്കൊക്കെ സാധിക്കും. ഞാൻ ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ സാഹസം വേണം. അതിനെന്ത് വേണം? ധൈര്യം വേണം, ബുദ്ധി വേണം, ശക്തി വേണം. ഇതൊക്കെയുണ്ട്. ശക്തി എന്നുള്ള വാക്ക് തന്നെ സ്ത്രീ എന്നാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നജേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. ശിവനും പാർവതിയും, പാർവതിയുടെ വേറൊരു പേരാണ് ശക്തി. ശക്തി സ്വരൂപം എന്ന് പറഞ്ഞ പാർവതിയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള സൗന്ദര്യ ലഹരി എന്ന സ്ത്രീയെ വിശകലനം ചെയ്ത് പാർട്ട് ബൈ പാർട്ട്, സ്പെയർ പാർട്ട് ബൈ പാർട്ട്, ബോഡി അടക്കം, മനസ്സടക്കം, അംഗങ്ങളടക്കം, ഇന്ദ്രിയങ്ങളടക്കം വിശദമായി പ്രകീർത്തിക്കുന്ന സൗന്ദര്യലഹരി എന്ന കവിത എന്ന് വായിച്ചാൽ മതി. ആ ശ്ലോകങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു പുസ്തകം. ലോകത്തിലെ ഏറ്റവും ഫസ്റ്റ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഞാൻ പറയാറ്. പഠിച്ചില്ലെങ്കിൽ പഠിക്കണം നിങ്ങളൊക്കെ. അതിനകത്ത് ആദ്യത്തെ ശ്ലോകം ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി എന്നാണ്. ശിവൻ എന്ന് പറയുന്ന ആ ശി എന്നെഴുതുമ്പോഴുള്ള വള്ളി, ആ വള്ളിയാണ് ശക്തി എന്നാണ് ശങ്കരൻ പറഞ്ഞത്. ആ വള്ളി എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്. വള്ളി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് അർത്ഥമുണ്ട്. ആ ശിവൻ എന്നുള്ളതിന്റെ വള്ളിയാണ് സ്ത്രീ. ആ വള്ളി ഇല്ലെങ്കിൽ ശിവൻ ശവമാകും. ശിവന്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും, അത് പൂർണ്ണമായിട്ടും പ്രഭയോടുകൂടി നിലനിർത്തുന്നത് ശക്തിയാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി. അദ്ദേഹത്തിന്റെ ഹൃദയം പോലും ഇടിക്കില്ല. കാളി രൂപം എന്ന് പറയുന്ന രൂപത്തില് ശിവന്റെ നെഞ്ചിന്റെ പുറത്ത് കാല് വെച്ച് നിൽക്കുന്ന പാർവതിയെ, ഗൗരിയെ, ശക്തിയെ, സ്ത്രീ സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എത്ര പവർഫുൾ ആയിരുന്നു ഭാരതീയമായിട്ട് ലേഡികളുടെ സങ്കല്പം, സ്ത്രീകളുടെ സങ്കല്പം എന്ന് മറക്കരുത്. നമ്മൾ വനിതാ കൺവെൻഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ വലിയ പേപ്പർ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. ഇതിനൊന്നും നമ്മുടെ ഉള്ളിലേക്ക്, കാമ്പിലേക്ക് കയറാൻ സാധിക്കില്ല. വനിതാ കമ്മീഷന്റെ ഇന്നലത്തെ ഒരു പത്രം മുൻഷിയിലും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പത്രം ഒന്ന് വായിച്ചു നോക്കിയത്. വനിതാ നേതൃത്വം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? COVID-19 ലോകത്ത് തുല്യഭാവി കൈവരിക്കുന്നതിനായി. ഒന്നുകിലും മലയാളം അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എഴുതി കൊടുത്തവരെന്തോ തെറ്റുവരുത്തിയിട്ടുണ്ട്. COVID-19 ലോകത്തില് തുല്യ ഭാവി കൈവരിക്കാൻ എന്തപ്പോ വ്യത്യാസം? വൈറസിന് എന്ത് വ്യത്യാസം? ഞാൻ ഈ ടൈറ്റിൽ കൊടുത്ത സമയത്തെ വുമൺ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ WO എന്ന് ബ്രാക്കറ്റിലിട്ടിട്ട് ME എന്ന് എഴുതിയത്. അത് രണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫീമെയിൽ എഴുതിയാലും FE ബ്രാക്കറ്റിൽ MALE എന്ന് എഴുതുന്നുണ്ട്. WO എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാല്
ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഉറങ്ങിയോ? വോ എന്ന് പറഞ്ഞാൽ എന്താ? WO, വോ എന്ന് പറഞ്ഞാൽ എന്താ? എനിബഡി? WO ഓ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫസർ പോയോ? WHAO, വോ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് WO. എക്സ്ക്ലമേഷൻ ആണത്, എക്സ്പ്രഷൻ ഓഫ് സർപ്രൈസ്. അത് WO എന്ന് പറയുന്ന സമയത്ത് WHAOA, ഓ എന്ന് പറയുന്നതാണ്. ഓ മെൻ എന്നാണ്. ഫീമെയിൽ എന്ന് പറയുമ്പോഴും FE, കെമിസ്ട്രി ടീച്ചർമാരോ കെമിസ്ട്രി സ്റ്റുഡൻസോ ഉണ്ടെങ്കിൽ പറയണം. FE എന്ന് പറയുന്നത് എന്താണ്? അയൺ ആണ്. ദ സ്ട്രോങ്, സ്ട്രെങ്ത്തിന്റെ സിമ്പിൾ ആണ് അയൺ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് FE വുമൺ, മെൻ അല്ലെങ്കിൽ മെയിൽ. FE മെയിൽ ആണ്, ഫീമെയിൽ. സോ ഐ എം 100% ഷുവർ ദ പവർ ഈസ് ഇൻ, ദ സർപ്രൈസ് ഈസ് ഇൻ, ദ എനർജി ഈസ് ഇൻ. യു കനോട്ട് സീ ദം സെപ്പറേറ്റ്. സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഭാരതീയമായ ശാസ്ത്രപ്രകാരം എത്ര നര്യസ്തു പൂജ്യന്തേ, എവിടെയാണോ സ്ത്രീകളെ പൂജിക്കപ്പെടുന്നത്, രമന്തേ തത്ര ദേവതാഹ, അവിടെ മാത്രമേ ദേവന്മാരുണ്ടാവുള്ളൂ, ഭഗവാന്മാരുണ്ടാവുള്ളൂ. എത്ര നാര്യസ്തു ന പൂജ്യന്തേ, എവിടെയൊക്കെ പൂജിക്കപ്പെടുന്നില്ലയോ അവിടെയൊക്കെ ഭഗവാൻ ഉണ്ടാവില്ല. സർവത്ര എന്തുണ്ടാവും? അഫലഹ, ഫലമല്ല ഉണ്ടാവുക, അഫലം. സർവത്രാഫലഹ ക്രിയാഹ, എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, അതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ കവിതാ പുസ്തകം റിതം ഓഫ് ലൈഫ്, അതിൽ 31ാമത്തെ കവിത. ആ 31ാമത്തെ കവിതയിൽ ഞാൻ എഴുതിയിരിക്കുന്നത് വുമൺ നോട്ട് ടു ബി അണ്ടർസ്റ്റുഡ് എന്നാണ്. നമ്മൾ സ്ത്രീകളെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് സപ്പോസ് ടു ബി അണ്ടർസ്റ്റുഡ്. അത് ലവ് ആണ്. ലവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? വെള്ളത്തിന്റെ ടേസ്റ്റ് എങ്ങനെ മനസ്സിലാക്കുക? ഇന്ന് വെള്ളത്തിന്റെ ടേസ്റ്റ് പറയുമ്പോൾ ഇന്നിപ്പം ഇതേ സമയത്ത് 11:30 മുതൽ 12 മണി വരെയുള്ള സ്ലോട്ടിൽ റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന UAE റേഡിയോയിൽ ഞാൻ വെള്ളത്തിന്റെ നിറത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശാസ്ത്ര കൗതുകം എന്നൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ആഴ്ചയും, ചൊവ്വാഴ്ച. ഇത് വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താണ്, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അതില്ലാത്തവർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തന്നെ അബദ്ധമാണ്. നെവർ ടു ബി അണ്ടർസ്റ്റുഡ്, നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ദാറ്റ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതാണ് എൻ്റെ കവിത. നമ്മൾ ശരിക്ക് വുമൺ ഹൂ ബിലീവ് സെൽഫ് റെക്കഗ്നൈസ്ഡ് വർത്ത്, ഞാൻ യോഗ്യതയുള്ള ആളാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഷോൾഡർ ടു ഷോൾഡർ, അത് പ്രയോറിറ്റിയോ ഹയറോ ലോവറോ അല്ല, പാം ഇൻ പാം, എ വേർഡ് ഫോർ വേർഡ്, അതിനുള്ള കഴിവ് അതിനുണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട്, ജോലി സംബന്ധമായിട്ട് നമുക്ക് എത്താവുന്ന ഏറ്റവും വലിയ ഉന്നതിയിൽ എത്താൻ ശ്രമിച്ചാലേ നടക്കുള്ളൂ. ശ്രമിച്ചാൽ നടക്കുമെന്നാണ്. അത് എനിക്ക് തോന്നുന്നു പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയായിരിക്കും. പക്ഷെ 2011-12 മുതലുള്ള സിനിമ ഞാൻ അസലായിട്ട് പഠിക്കാനും വിശകലനം ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ ഒരു സിനിമ റിവ്യൂ ശ്രമിക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ആക്ട്രസ് ആയിട്ട് ഇന്ത്യയിൽ ആൾക്കാരുടെ പേര് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അമിതാഭ് ബച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന പേര് ശ്രീദേവിയായിരിക്കും. ആ ശ്രീദേവിയുടെ സിനിമ ഇംഗ്ലീഷ് മംഗ്ലീഷ് എന്ന് പറയുന്ന ഒറ്റ സിനിമ മതി. എംപവർമെന്റ് ഓഫ് ലേഡീസ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ലാത്തത് കാരണം ഇന്ത്യയുടെ ഒരു വീട്ടമ്മയായിട്ട് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ട് മാറ്റപ്പെട്ട ഒരു ജീവിതം. വിദ്യാഭ്യാസം, നല്ലപോലെയുള്ള ഹസ്ബൻഡ്, അവരുടെ കീഴിൽ അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ച് അവിടെ നിന്നും ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് അവനവന്റെ ഭാഷ സംസാരിക്കാൻ സാധിച്ചത്.
കങ്കന റനോട്ടിന്റെ പുതിയൊരു സിനിമ ക്വീൻ. ഒരു സ്ത്രീക്ക് എത്ര അസലായിട്ട് കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് എങ്ങനെ ചാടാം എന്ന് കാണിക്കുന്നു. അമിതാഭ് ബച്ചന്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള സിനിമ പിങ്ക്, ഞാൻ അതിന്റെ റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോഴാണ് ഞാൻ ഈ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് പിങ്ക് ഉണ്ടാവുന്നത്. എത്ര അസലായിട്ടാണ് ആ മൂന്ന് പെൺകുട്ടികളും അമിതാഭ് ബച്ചൻ വളരെ അസലായിട്ട് സമൂഹത്തെ എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ എക്സാമ്പിളാണ്. അടുത്ത വന്നിട്ടുള്ള ശകുന്തള ദേവിയുടെ സിനിമ, വിദ്യാബാലൻ അഭിനയിച്ചിട്ടുള്ള സയൻസിൽ സ്ത്രീകളുടെ പ്രാധാന്യം. അത് ബുദ്ധി ഉണ്ടെങ്കിൽ അത് സ്ത്രീയുടെ ബുദ്ധി അല്ലെങ്കിൽ പുരുഷന്റെ ബുദ്ധി. മാത്തമാറ്റിക്സിൽ സ്ത്രീ പുരുഷന്റെ മാത്തമാറ്റിക്സ് ഒന്നുമില്ലല്ലോ. അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന, അത് ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരും താല്പര്യത്തോടു കൂടി കണ്ടിട്ടുള്ള സിനിമയാണ്. ദ ക്യൂൻ ഓഫ് ജാൻസി, മണികർണിക എന്ന് പറയുന്ന മൂവി. എന്തിന്? നീരജ എന്ന് പറയുന്ന സ്ത്രീയുടെ മൂവി. ഇന്നലെ വന്നൊരു മൂവി ഉണ്ട്, ഉയരെ, മലയാളത്തിൽ വന്നിട്ടുള്ളൊരു മൂവിയാണ്. ഇത് ഞാൻ പറയുന്നതൊക്കെ മിക്കവാറും ഹിന്ദി മൂവികളാണ്. തപ്പട്ട് എന്ന് പറയുന്ന മൂവി. ഉയരെ എന്ന് പറയുന്ന മൂവി പാർവതി ഇന്നലെ ഏത് ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നത് വന്നത്. വളരെ അസലായിട്ട് എന്ത് രസകരമായിട്ടാണ് ആ മൂവി അവിടെ ഒരു സമൂഹത്തിനെതിരെയുള്ള ഒരു തുറന്നു കാട്ടലാണത്. ടേക്ക് ഓഫ് എന്ന് പറയുന്ന മൂവിയിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ള കുറേ നല്ല മൂവികളുണ്ട്. ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന മൂവി, അത് വ്യത്യസ്ത ഭാഷകളിൽ. സൈറ ബാനു, എനിക്ക് തോന്നുന്നു വുമൻസ് ഡേ ആയതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ മൂവികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും കൂടി വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ പതിഞ്ഞു. ഒരു മുത്തശ്ശി ഗാഥ, റാണി പത്മിനി, അതില് മഞ്ജു വാര്യരുടെ ചെറുപ്പത്തിലുള്ള വേഷം ചെയ്തിട്ടുള്ള കുട്ടി ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കൂടെ 10 ദിവസം താമസിച്ചൊരു ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റാണി പത്മിനി എന്ന് പറയുന്ന സ്ഥലത്ത് റിമ കല്ലിങ്കലും മഞ്ജു വാര്യരും. നിങ്ങൾ ഈ മൂവി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ആ മൂവി കണ്ടിട്ട് സിനിമാ തിയേറ്ററിന്റെ പുറത്തിറങ്ങുമ്പോൾ ഓ അസലായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. 5 സുന്ദരികൾ എന്ന് പറയുന്ന സിനിമ വളരെ വളരെ രസകരമായിട്ട് എടുത്തിട്ടുള്ള സിനിമകള്. സക്കറിയുടെ ഗർഭിണികൾ എന്നുള്ളത് 22 ഫീമെയിൽ കോട്ടയം. നിങ്ങളൊക്കെ കോട്ടയത്തുകാരാണ്. 2010 ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ്. കാവ്യ മാധവന്റെ ഗദ്ദാമ. എന്ത് രസകരമായിട്ടാണ് ഒരു സ്ത്രീയുടെ ശക്തിയെ എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതിനൊക്കെ തെലുങ്ക് ഭാഷകളിലൊക്കെ, തെലുങ്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ, ഞാൻ ഹൈദരാബാദിലാണ്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണ്ടപ്പോൾ പറയേണ്ടത് എന്ത് രസകരമായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. അത് ശരിക്ക് അടിച്ചമർത്തലല്ല. കുടുംബവും അവൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ഭാര്യയാകാൻ പാടുപെടുന്ന ഒരവസ്ഥ, അത് അടിച്ചമർത്തലല്ല. അവരെ പ്രതീക്ഷിക്കുകയാണ്, അവരാണ് ആ ബാരിയർ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ അവസാനം ആ സീനിൽ കാണുന്ന രംഗം ആദ്യം തന്നെ ഉണ്ടാണെങ്കിൽ ആ സിനിമയില്ല. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ, അത് എങ്ങനെ അതിനെ മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ആ മാറ്റാൻ സാധിക്കുന്ന കഴിവ് അത് ഉള്ളിൽ നിന്ന് വരണം. വരാൻ പോകുന്ന കുറേ മൂവികളുണ്ട്. 2019, 20, 21 ട്രെയിലർ ഇറങ്ങിയിട്ടുള്ള കുറേ സിനിമകൾ, സൈനയുടെയും ധാക്കട്ടിന്റെയും, സുഭാഷ് മിത്തു, രശ്മി റോക്കറ്റ് എന്ന് പറയുന്ന മൂവി. അതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും രസകരമായിട്ട് വരാൻ പോകുന്ന ഒരു മൂവി എന്ന് പറയുന്നത് തലൈവിയാണ്. തലൈവി എന്ന് പറയുന്ന മൂവി, ആ തലൈവി എന്ന് പറയുന്ന മൂവി ജയലളിതയെ കുറിച്ചാണ്. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ആലോചിച്ചു. എൻ്റെ ഈ കവിതാ സമാഹാരത്തിലെ 100 കവിതകളുണ്ട്. അതിൽ ഒരാള് ജയലളിതയാണ്. ജയലളിത മരിച്ച സമയത്ത് എഴുതിയതായിരുന്നു. ഷീ ഹാഡ് ദ റോയൽ കണക്ട്, ഗ്രാൻഡ്പാ ഇൻ മൈസൂർ പാലസ്, റീറ്റെയിൻഡ് ഇറ്റ് ഓൾ ത്രൂ. ആ ഒരു മെജസ്റ്റിക് ബിഹേവിയർ ഷീ ഗോട്ട് ഫ്രം ഹെർ ഗ്രാൻഡ്പാ കണ്ടിന്യൂസ് ജീവിതത്തിൽ കൊണ്ടു നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പേപ്പർ റിപ്പോർട്ടേഴ്സ് ജയലളിത എടുത്തിട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഭയമാണ്. കാരണം വളരെ ക്രൂഷ്യലായിട്ട്, വളരെ ക്രിട്ടിക്കലായിട്ട് ചോദ്യത്തെ നോക്കിക്കണ്ട് ഉത്തരം പറയുന്ന സമയത്ത് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാത്തവരൊക്കെ പേടിച്ചോടിപ്പോകും.
എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ ഫേമസ് ആയിട്ട് അറിയുന്നതാണ് ജയലളിതക്ക് കുറേ സാരികളുണ്ട്, അവളുടെ വീട്ടിൽ ഫുൾ സാരികളാണ്, അവർ ഭയങ്കര റിച്ച് ആയിരുന്നു എന്നൊക്കെ. എത്ര പേർക്ക് അറിയുന്നറിയില്ല. ഷീ വാസ് പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പൊളിറ്റീഷ്യൻ ഇൻ ഇന്ത്യ ഹൂ ഹാഡ് മാക്സിമം നമ്പർ ഓഫ് ബുക്സ് ഇൻ ഹെർ ലൈബ്രറി അറ്റ് ഹോം. എന്ത് നല്ലൊരു വായനക്കാരിയാണെന്ന് അറിയോ. സ്ട്രോങ് സ്റ്റേഡ്, ഗോട്ട് ഇൻ ട്രബിൾസ് അറ്റ് മെനി ടൈംസ്, ബട്ട് ഷീ വാസ് എ റിയൽ ലവർ ഓഫ് ബുക്സ്. സിനിമകളിലായാലും ഇംഗ്ലീഷ്, മൾട്ടി ലാംഗ്വേജസ്, ഹിന്ദി, തെലുഗു, തമിഴ്, എത്ര ഭാഷകളിലാണെന്ന് ആലോചിച്ച് നോക്കൂ. 6 പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളവരാണ്. എന്തുകൊണ്ട് അവരെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല? എത്ര പേർക്ക് അറിയാം അവരുടെ ജീവചരിത്രം? ഞാൻ ഈ കവിത എഴുതുന്ന സമയത്ത് കുറെ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് വാട്ട് എ ഗ്രേറ്റ് ലേഡി. അതർവൈസ് ഓൾസോ ഐ ഹാഡ് ദാറ്റ് പാഷൻ and I used to say that it is not history, it is her story which is to be told. അങ്ങനെ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് HIS വേണ്ട, ഹെർ സ്റ്റോറി തന്നെയാണ്. അത് സൃഷ്ടിക്കാൻ ഇനി മുതൽ ഹിസ്റ്ററി പഠിക്കരുത്, ഹെർ സ്റ്റോറി പഠിക്കും. നിങ്ങൾ അത് പഠിച്ചുണ്ടാക്കിയെടുക്കുക. അതുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും അത്തരം സ്റ്റോറികൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. എബി ജോർജിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ പോകണ്ട എന്ന് പറയുന്നുണ്ടല്ലോ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അത് അടിച്ചമർത്തൽ അല്ലേ? അടിച്ചമർത്തലല്ല, അതിന്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ പോകണ്ടെന്ന് പറയല്ല ചെയ്യേണ്ടത്. ജോലി കിട്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറയുന്നത്. ആ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രെങ്ത്തും ജോലിക്ക് ശ്രമിക്കട്ടെ അല്ലെങ്കിൽ പോകാൻ നോക്കട്ടെ. ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത് ട്രൈ എന്ന് പറയുന്ന വാക്കാണ്. TRY. ഞാൻ ശ്രമിക്കാം. ആ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അയാൾ ചെയ്യില്ല. അവർ ചെയ്യില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഈ എന്തിനാണ് ഇൻവൈറ്റഡ് ടോക്ക്? ദ വേൾഡ് ഗെറ്റ്സ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് നോട്ട് ബൈ ബീയിങ് റിച്ച്, നോട്ട് ബൈ എഡ്യൂക്കേഷൻ. ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടല്ല നമ്മൾ നന്നാവുന്നത്. അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് യു നീഡ് ടു ഗെറ്റ് കണക്റ്റഡ് ടു പീപ്പിൾ. ഈ ഇൻവൈറ്റഡ് ടോക്കും ബാക്കിയുള്ളവരെയൊക്കെ ക്ഷണിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനെക്കാളും വിവരമുള്ളത് കൊണ്ടൊന്നുമല്ല. I am 100% sure whatever I speak today, probably you can listen to few of my lectures and make a note and then you can speak much better than this. ഒരാളെ വിളിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ he has got a huge experience of living in a different world than the college. ഇപ്പൊ നിങ്ങളുടെ ഉഴവൂർ കോളേജിൽ ജീവിക്കുന്ന ടീച്ചർമാരെക്കാളും കുറച്ച് എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഐ എം നോട്ട് സെയിങ് ഗ്രേറ്റർ ഓർ ഹയർ ഓർ ലോവർ. ഇറ്റ്സ് ലൈറ്റ്ലി ഡിഫറെന്റ് ബിക്കോസ് ഞാൻ കുറേ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, കുറേ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്, കുറേ വ്യത്യസ്ത പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. ലോകത്തിൽ എനിക്ക് തോന്നുന്നു 1 മില്യൺ ടീച്ചേഴ്സിനെ പഠിപ്പിച്ചവരെ നിങ്ങൾ വളരെ ചുരുക്കമായിട്ട് കാണും. 1 മില്യൺ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് ചുരുക്കമായിട്ട് കാണും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2017 ഞാൻ വന്നത്, ഫെബ്രുവരി മാസം. ആ വന്ന സമയത്ത് ഞാൻ കേരളത്തിലെ കുറേ കോളേജുകളിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ചുരുക്കം ചില ടീച്ചേഴ്സോ ചുരുക്കം ചില സ്റ്റുഡൻസോ ആണ് പിന്നെ കണക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളത്. അതിൽ കുറേ നല്ല കുട്ടികൾ ഉഴവൂർ കോളേജിൽ നിന്നുണ്ട്. ആ കണക്ടിവിറ്റി വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് സജഷൻസ്, വി ഗെറ്റ് റെക്കമെൻഡേഷൻസ്, വി ഗെറ്റ് കണക്ടിങ് ടു ഡിഫറെന്റ് പീപ്പിൾ ടു ഗെറ്റ് എ ജോബ്. അതില്ലാതെ നമ്മൾ ലോകത്തെ കാണാതെ ഒറ്റ സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ആ സിനിമയിലും കാണിച്ചിട്ടുണ്ട്. ആദ്യം വരുന്ന കുട്ടികൾ, അതൊരു മാങ്ങയുടെ ചെറിയൊരു മാങ്ങ കൊടുക്കാൻ വരുന്ന സമയത്ത് ആ കുട്ടിയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത ഒരു സ്ത്രീ. പക്ഷെ പിന്നെ അതല്ല, അത് മാറും. അത് നമുക്ക് ജീവിതത്തിൽ നമ്മുടെ വ്യത്യസ്തമായ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത് ആവശ്യമുള്ള ഒരു ജോലി കിട്ടണമെങ്കിൽ വി നീഡ് കണക്ഷൻസ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എത്തണമെങ്കിലും 6 പേരെ കണ്ടാൽ മതി. ദർ ഇസ് എ 6 നോഡ് പ്രിൻസിപ്പിൾ ഇൻ ഗ്രാഫ് തിയറി. ആ കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്. നമുക്ക് വേറെ ആരും ഇല്ല, ഇയാളെ ഉള്ളൂ എന്ന് തോന്നുമ്പോഴാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹൈദരാബാദിലെ മാരി ചെന്നാറഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ
വളരെ സീനിയർ ആയിട്ടുള്ള ആൾ പറയും, സർ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, 10 വർഷമായി. ഞാൻ ഉടനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോലി വിട്ടു പോകുന്നില്ല? പ്രൊമോഷൻ കിട്ടുന്നില്ലെങ്കിൽ വൈ കോണ്ട് യു ക്വിറ്റ് ദ ജോബ്? ഉടനെ അയാൾ പറയുന്നത്, ഈ ജോലി വിട്ടാൽ എനിക്ക് വേറെ ജോലി കിട്ടില്ല. ദാറ്റ് മീൻസ് യു നോ ദാറ്റ് യു ആർ യൂസ്ലെസ്. അങ്ങനെ യൂസ്ലെസ് ആണെന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് വേറെ ജോലിയൊന്നും കിട്ടില്ല. അത് യൂസ്ലെസ് ആണെന്ന് തോന്നാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന് എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് കഴിവുണ്ട്, പെർഫോമൻസ് P ഈസ് ഈക്വൽ ടു സ്കിൽ പ്ലസ് ആറ്റിറ്റ്യൂഡ് പ്ലസ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാറ്. അതെന്റെ ഡോക്ടർ TPSന്റെ ഫോർമുലയാണ്. നമ്മുടെ പെർഫോമൻസ്, ഐ ക്യാൻ പെർഫോം വെൽ, പക്ഷെ അതിനൊരു ഓപ്പർച്യൂണിറ്റി വേണം. ഇപ്പം ഒരു സെന്റ് സ്റ്റീഫൻസ് കോളേജ് വിളിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും? സോ ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. വൺസ് ദ ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൺ, വാട്ട് ഷുഡ് ഐ ഡു? ഐ ഷുഡ് യൂസ് ഇറ്റ്. ഞാനത് യൂസ് ചെയ്തു. ആ യൂസ് ചെയ്യുന്നതിന് എനിക്ക് സ്കില്ല് വേണം, എനിക്ക് കഴിവുണ്ടാവണം. അത് രണ്ടും യോജിക്കണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദിസ്. ആറ്റിറ്റ്യൂഡാണ് അത്യാവശ്യം. പലർക്കും ഇല്ലാത്തത് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു സംബഡി. എൻ്റെ ടെലിഫോൺ നമ്പർ ഉണ്ട്, എൻ്റെ കോണ്ടാക്ട് ഉണ്ട്, ഡോക്ടർ TPS ഉണ്ട്, യു ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. പക്ഷെ എത്ര പേര് ഇതിന് മെനക്കെടും? അത് പിന്നെ we have a doubt, I have got something to quarrel with him, I have to something to clarify with him, I want to something to discuss with him. ആ തോന്നൽ ഇല്ലാത്തിടത്തോളം കാലം ഹൗ ക്യാൻ യു ബി എ സ്റ്റുഡൻറ്? അപ്പൊ ആ തോന്നൽ ഉണ്ടാവണമെങ്കിൽ, അത് ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഇത് ചോദിക്കാനുള്ള കഴിവ്, സ്കില്ല്, അതുണ്ടാവുന്ന സമയത്ത് യു ഗെറ്റ് ഇറ്റ്. സോ വാട്ട് ഈസ് ദാറ്റ് ഈസ് ലാക്കിംഗ് ഇൻ പീപ്പിൾ? ഓപ്പർച്യൂണിറ്റി ലോകത്ത് വളരെ തുറന്ന് കിടക്കുകയാണ്. മേ ബി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ജോലികളിൽ ഇന്നും റിസർവേഷൻ ജെൻസിന് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൈലറ്റിനുണ്ടായിരുന്നു, അതില്ല, എടുത്തു കളഞ്ഞു. എയർ ഹോസ്റ്റസ് ഓൾവേസ് വാസ് റിസർവ്ഡ് ഫോർ ലേഡീസ്, അതിപ്പോൾ ജെൻസിനും ഓപ്പൺ ആയി. NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി ആഫ്റ്റർ 12th ക്ലാസ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിൽ ബോയ്സിന് മാത്രമേ ഉള്ളൂ, ഗേൾസിന് ഇല്ല. പക്ഷേ BTech കഴിയോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിയോ, അക്കാഡമിക് കോറിലായാലും ജനറൽ കോറിലായാലും എഞ്ചിനീയറിംഗ് കോറിലായാലും ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് എയർഫോഴ്സിലോ നേവിയിലോ ആർമിയിലോ ഒക്കെ ചേരാൻ ഇന്നും സാധിക്കും. പോലീസിൽ പണ്ട് ജെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലേഡീസായി. അപ്പം യാതൊരു ഡിഫറൻസും ഇല്ലാതെ ട്രക്ക് ഡ്രൈവർ, ട്രാക്ടർ ഡ്രൈവർ, എനി ജോബ്, കാർപ്പൻറ്റേഴ്സ്, തെങ്ങ് കയറുന്നവർ, everywhere we have. Actually there is no discrimination at all. And as far as the family is concerned, probably അടുക്കളയിൽ മാത്രമാണ് സ്ത്രീകൾ എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. ഐ എം 100% ഷുവർ ഇൻ മോസ്റ്റ് ഓഫ് ദ ഹൗസസ് ഹസ്ബൻഡും വൈഫും മാത്രം ഉണ്ടാവുന്ന, രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ they share the opportunity and they do it. Sometimes husband does much better and cleaner than wives in some of the houses. അപ്പോൾ അടിച്ചമർത്തലുകളുടെ കാലം, ആ സിനിമ ഈസ് ഗുഡ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ആപ്റ്റ് ഇൻ ദ ടൈം. അങ്ങനെയുള്ള ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ദേ ഡോണ്ട് ഗെറ്റ് കണക്റ്റഡ് ടു ദ വേൾഡ്. ഇന്ന് കണക്ടിവിറ്റി വളരെ സിമ്പിളാണ്. ഫോണുണ്ട്, TV ഉണ്ട്, നോളജ് ഉണ്ട്. എനിബഡി ഈസ്, നിങ്ങൾ മിക്ക കോളേജുകളിലും പോയി കഴിഞ്ഞാൽ, സ്കൂൾസിലും കോളേജസിലും ഒക്കെ പോയി കഴിഞ്ഞാൽ യു സി മാക്സിമം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ദേ പെർഫോം എക്സ്ട്രീംലി വെൽ. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, +1 +2 10th എനിക്ക് അറിയുന്ന ഒരു കുട്ടി ഒരു ഗ്രാജുവേഷൻ ഒരു കോളേജിൽ എത്തിയപ്പോഴത്തേക്കും ഷീ ലോസ്റ്റ് ഓൾ ഹെർ എഡ്യൂക്കേഷണൽ ടച്ച് ആൻഡ് ദെൻ ഷീ ബിക്കേം പ്രോബബ്ലി ഓൺലി മിക്സിംഗ് വിത്ത് സംബഡി ആൻഡ് ദെൻ ഗെറ്റിംഗ് ഇൻ ടു എ ലൂപ്പ് ഓഫ് ഡിസ്റ്റർബിംഗ് ഹെർ ഓൺ ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ഹെർ. ഞാൻ വിളിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ട്, യു ആർ ലൂസിങ് യുവർ ദ ടെമ്പോ ഓഫ് ലേണിംഗ്. അല്ലെങ്കിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് എക്സ്പെക്ടേഷനിലുള്ള കുട്ടികളൊക്കെ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. സോ ഐ എം ഷുവർ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് 10th ക്ലാസ് 12th ക്ലാസ് ഗേൾസ് ആർ ഡൂയിങ് വണ്ടർഫുൾ. ഗ്രാജുവേഷനിൽ എത്തുന്ന സമയത്ത് ദേ ഹാവ് ഡിഫറെന്റ് പ്രോബ്ലംസ് ആൻഡ് ഡിഫറെന്റ് തോട്ട്സ്. സി സൈക്കോളജി പറയുന്ന സമയത്ത് തന്നെ ഫിസിക്കൽ ഇമ്പാക്ട്സ് ഇമോഷണൽ, ഇമോഷണൽ ഇമ്പാക്ട്സ് ഇന്റലക്ച്വൽ, intellectual, emotional, physical, all of them will impact your social skill. If you want to get that stronger, you have to become spiritual. അതുകൊണ്ട് വളരെ കമ്പൈൻഡ് ആയിട്ടില്ല. അതെപ്പോൾ കിട്ടണം?
It is not that you can get the spiritual, religious learnings and understanding the heritage, understanding your background. അത് കോളേജിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ചെറുപ്പത്തിൽ ഇത് കിട്ടാത്തവർക്കാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. അതർവൈസ് യു ഹാവ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ടു ഷോ ദാറ്റ് ഐ ക്യാൻ ബിക്കം സോ പവർഫുൾ. അതാണ് ഒരു ദോഷം. അതല്ലെങ്കിൽ ഐ എം 100% ഷുവർ all women, I wish and pray and bless that all the children should get this feeling that I am a secondary or I am not having that freedom, I need empowerment. അത് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിക്കിന്റെ ടൈറ്റിൽ തന്നെ അങ്ങനെ കൊടുത്തത്, ദ ഫ്യൂച്ചർ ഈസ് ഓഫ് വുമൺ. അതുകൊണ്ടാണ് വുമൺ ഫ്യൂച്ചർ എംപവർമെന്റ് എന്ന് പറയുന്നത്. വുമൺ ഈസ് ഫ്യൂച്ചർ എംപവർമെന്റ്. ലേഡീസ്, ഫീമെയിൽ, വുമൻ gets empowered, the future becomes empowered. So the power is in the lady, and that has to be motivated, taken out, show that I am also powerful. That is what is exactly required. So I thought I will speak up to 12. It's 2 minutes short to that. Probably there has to be some questions and discussions. That is what is most essential. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളോ അല്ലാത്തതോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. So I'm open for you to ask, get questions so that I could answer. Students, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സാറിനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നിയ, എന്തെങ്കിലും ഇത് തന്നെയാണോ പറയാൻ ഉദ്ദേശിച്ചത്? അതർവൈസ് യു ഹാവ് സംതിങ് ടു ഫോർ മീ ടു ആഡ്, യു കുഡ് ആസ്ക് മീ ആസ് എ ക്വസ്റ്റ്യൻ സോ ദാറ്റ് ഐ കുഡ് ആഡ്. തീർച്ചയായും സർ, ഞങ്ങളുടെ കുട്ടികൾ കുറച്ച് ചിന്തിക്കണമെന്നും ഈ മാധ്യമങ്ങൾ കാണിച്ചു തരുന്ന വുമൻസ് ഡേ അല്ലെങ്കിൽ വുമൻസ് ഡേ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് മറിച്ച് എന്താണ് ഈ ദിവസത്തിന്റെ ആവശ്യകത എന്നത് ചിന്തിക്കണമെന്ന് വുമൻസ് സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ കുട്ടികളിലേക്ക് കുറച്ച് ചിന്തകളും കുറച്ച് തങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ കൂടുതൽ ശോഭിക്കലാണ് ഒരു പക്ഷേ ശാക്തീകരണം എന്നുള്ള സാറിന്റെ ഒരു ചിന്ത ഞങ്ങൾ കുട്ടികൾക്ക് ഓരോരുത്തർക്കും പുതിയൊരു അനുഭവമാണ് തന്നതെന്ന് വിശ്വസിക്കുന്നു. സാർ, കുട്ടികളുടെ ചോദ്യങ്ങൾക്കാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. സാർ, ഒരു 5 മിനിറ്റ് ഇവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എത്ര സമയം വേണമെങ്കിലും ആവാം, നോ പ്രോബ്ലം. എനിക്ക് തോന്നുന്നു കുറെ കുട്ടികള്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2017 ശേഷം ഇന്നും ഞാനുമായിട്ട് കോണ്ടാക്ട് ഉള്ള കുട്ടികളുണ്ട്. സോ ഐ കീപ് അപ്ഡേറ്റിംഗ് ദം, ദേ കീപ് അപ്ഡേറ്റിംഗ് മീ. ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെയാണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ. സോ ഐ കീപ് കൗൺസിലിംഗ് ദം ആൻഡ് ടെല്ലിംഗ് ദം, നോ, ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ലൈഫ്. കാരണം ഞങ്ങളുടെ കുട്ടികളും സാറുമായിട്ടുള്ള കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമെന്നും ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ജീവിതത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ റേസ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാറിനെ ഇവിടെ വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞ എത്രയും പല വ്യത്യസ്തമായ പൊസിഷൻസിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത സാറിന്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. സോ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കുക. നിങ്ങളുടെ ചോദ്യം മുന്നോട്ട് വരട്ടെ. നമസ്തേ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്തേ. നമസ്തേ സർ. നമസ്തേ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ISROയിലായിരുന്നു ഇപ്പോൾ സാറിന്റെ വർക്ക് പ്ലേസിൽ ഏറ്റവും വലുതായിട്ട് സാറിന് ഫേസ് ചെയ്യേണ്ടി വന്ന ഹാർഡ്ഷിപ്പ്, പിന്നെ അതിൽ എങ്ങനെ ഓവർകം ചെയ്തു സാർ? ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്, ഞാനാണ് എൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നത് ISROന്റെ ഭാഗമല്ല, സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ജോബാണ്, വളരെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ജോബ്. പക്ഷെ നമ്മൾ പഠിച്ചു വന്നതൊക്കെ, ഞാൻ മാത്തമാറ്റിക്സിലാണ് PhD. മാത്തമാറ്റിക്സിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ്. നമ്മൾ ജോബിന് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് പഠിക്കുന്നതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഏറ്റവും വെറുത്തൊരു സബ്ജക്റ്റ് സ്കൂൾസിലൊക്കെ പഠിക്കുന്ന സമയത്ത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട് ഞാൻ മാപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. എർത്തിന്റെ മാപ്പിംഗ് ആണ്. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫി സോഷ്യൽ സയൻസിലാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയാണ്. PhD ഒക്കെ എടുത്തിട്ട് ഡോക്ടർ TP ശശികുമാർ എന്നൊക്കെയുള്ള നിലയിലെ ഒരു ഓഫീസിൽ ചേർന്നിട്ട് നമ്മളെ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, സോ ഇറ്റ് വാസ് ആക്ച്വലി എ റീലേൺ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാർഡ്ഷിപ്പാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
കാരണം ഇന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ മേ ടെൽ ദാറ്റ് സോഷ്യൽ സയൻസ്. ഞാൻ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിനെ പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക ജിയോഗ്രഫി ടീച്ചേഴ്സിനെയാണ്. ഹോൾ ഇന്ത്യയിൽ ജിയോഗ്രഫി വെച്ചിട്ട് 10,000 കുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ 10,000 പേർക്ക്. അത് ഫിസിക്കലി ഇന്ന് നമ്മൾ കാണുന്ന ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഹാർഡ്ഷിപ്പ് എന്ന് തോന്നുന്നത് നമ്മുടെ ഒരു മാനസികമായ നിലയാണ്. എനിക്ക് തോന്നുന്നു ഹാർഡ്ഷിപ്പ് ഇല്ല ജീവിതത്തിൽ, ലേണിംഗ് മാത്രമേ ഉള്ളൂ. വെൻ യു get into your counter with something which you think is something which is not known to you. ഇപ്പം ഒരു ഭാഷ ബുദ്ധിമുട്ടുള്ളതാകുന്ന എപ്പോഴാണ്? നമ്മളത് പഠിക്കാത്തതുകൊണ്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ സൈക്കിളിങ് ത്രില്ലോടുകൂടി എനിക്ക് ഓടിക്കാൻ പറ്റും, എനിക്ക് അറിയാണെങ്കിൽ. അപ്പം പഠനം മാത്രമാണ് ഏത് വിഷയത്തിനെയും നമുക്ക് സിമ്പിൾ ആക്കുന്നത്. എന്തും പഠിക്കാനുള്ള ഒരു മൂഡും ആക്ടിവിറ്റിയും. ഞാൻ ഇന്നും പഠിക്കുന്ന ഒരാളാണ്. ഐ കീപ്പ് ഓൺ ലേണിംഗ്. ആ പഠിക്കുന്ന സമയത്താണ് നമുക്കൊരു ത്രില്ല് ഉണ്ടാവുക. ആ ത്രില്ല് നിങ്ങളുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട്. അത് പരീക്ഷകൾക്കുള്ള പഠനമാവരുത്, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാവരുത്. ഗെറ്റ് ഇൻ ടു ദാറ്റ് ത്രിൽ ഓഫ് ലേണിംഗ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം LIFE, ലൈഫ് എന്നുള്ളതിന്റെ ഫുൾ ഫോം ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ് എന്നാണ്. ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്. വൺസ് യു ലേൺ ഇൻ ഫുൾ എൻജോയ്മെന്റ്, I am sure you will live in full enjoyment. നമുക്ക് ലേണിംഗ് എൻജോയ്മെന്റ് ആണെങ്കിൽ ലിവിംഗും എൻജോയ്മെന്റ് ആണ്. ലേണിംഗ് എൻജോയ്മെന്റ് അല്ലയോ, ലിവിംഗ് ഈസ് ഓൾസോ നോട്ട് എൻ എൻജോയ്മെന്റ്. കാരണം ലേണിംഗ് ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫ്യൂച്ചർ ഏണിംഗ്. ഇന്ന് നല്ലോണം പഠിച്ച നാളെ സമ്പാദിക്കാം. ഞാൻ കുറേ കുട്ടികളെ സിവിൽ സർവീസിന് ഗൈഡ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, പ്രിലിംസ് ഹാൻഡ് ബുക്ക്. എൻ്റെ ഒരു സ്റ്റുഡൻറ് എഴുതിയിട്ടുള്ളതാണ്. ആ പ്രിലിംസ് ഹാൻഡ് ബുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത് സിവിൽ സർവീസിലേക്ക് പോകാൻ. നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്ത ബാങ്ക് ജോബൊക്കെ സില്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്താ ചെയ്യുക? യു ഡോണ്ട് സ്റ്റഡി. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ ബിഗ് പ്രോബ്ലം. ഗെറ്റിംഗ് എ ജോബ് ബിക്കംസ് എ ബിഗ് പ്രോബ്ലം. ജോബ് കിട്ടുന്നതല്ല പ്രോബ്ലം. ഞാനൊക്കെ സംബന്ധിച്ചിടത്തോളം ജോബ് കിട്ടി, പക്ഷെ ജോബിൽ ഇനി എന്ത് പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ദിസ് ജോബ്, ഐ വിൽ ഗെറ്റ് സം അതർ ജോബ്. അപ്പം പറ്റുന്നത്രയും നല്ലപോലെ പഠിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. ഏത് ജോലിയായാലും, ഡോക്ടർ ആയാലും പഠിക്കണം, എഞ്ചിനീയർ ആയാലും പഠിക്കണം, അഡ്വക്കേറ്റ് ആയാലും പഠിക്കണം, പോലീസ് ആയാലും പഠിക്കണം, പൊളിറ്റീഷ്യൻ ആണെങ്കിലും എന്തൊക്കെ പഠിക്കണം എന്ന് ആലോചിച്ചു. അത്ര എളുപ്പമൊന്നുമല്ല ജീവിതം. But if you start loving learning becomes an investment for future earning. LIFE. അങ്ങനെയാണ് ഞാൻ ജീവിതത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് കുട്ടികളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് കുട്ടികളെടുത്ത് പോകണം, അവരെ പഠിക്കാൻ താല്പര്യമുള്ളവരാക്കി മാറ്റണം എന്നൊരാഗ്രഹം തോന്നിയത്. അങ്ങനെയാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ഹാഡ് ഹാർഡ്ഷിപ്സ്, ഐ ഹാഡ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് ത്രില്ലിംഗ് അല്ലാത്തപ്പോഴാണ്. ഇപ്പൊ രാജീവ് ഗാന്ധിയെ അസാസിനേറ്റ് ചെയ്തതിന്റെ ഇമേജ് പ്രോസസ്സിംഗ് ആയിരുന്നു എൻ്റെ ഒരു പ്രോജക്റ്റ്. ആദ്യത്തെ പ്രോജക്റ്റ് അതാണ്. ആരാണ് ബോംബ് വെച്ചതെന്ന് കണ്ടുപിടിക്കണം. ഈസ് ഇറ്റ് നോട്ട് ത്രില്ലിംഗ്? പക്ഷെ അതിനകത്ത് കുറെ മാത്തമാറ്റിക്സും ഫിസിക്സും ഇമേജ് പ്രോസസ്സിംഗ് കമ്പ്യൂട്ടർ സയൻസും ഒക്കെ നന്നായിട്ട് അറിയണം. അപ്പോൾ ഐ വാസ് മോർ എ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ് മാൻ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അറിയണം, സിഗ്നൽ പ്രോസസ്സിംഗ് അറിയണം. അത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന വീരപ്പനെ പിടിക്കാനുള്ള മാപ്പ് ഉണ്ടാക്കലാണ്. അത് കഴിഞ്ഞപ്പോൾ കാർഗിൽ വാർ, അഫ്ഗാനിസ്ഥാനിലെ ഫ്ലൈറ്റ് കിഡ്നാപ്പ് ചെയ്ത സമയത്ത്, ഹൈജാക്ക് ചെയ്ത സമയത്ത് അത് എങ്ങനെ പിടിച്ചെടുക്കാൻ, എവിടെ, അതിനെക്കുറിച്ചുള്ള മാപ്പ് ഉണ്ടാക്കണം. ഇതൊക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ത്രില്ലായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്. ഇഫ് യു ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് ത്രില്ലിംഗ്, ഇറ്റ് ബിക്കംസ് അയ്യോ എന്ത് കഷ്ടമാണ്, ഇത് ഞാൻ പഠിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഗുഡ് പ്രോജക്ട്സ്. നല്ല പ്രോജക്റ്റ് കിട്ടണം, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വളരെ വളരെ ത്രില്ലിംഗ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവും. അതുകൊണ്ട് ജോബ് കിട്ടുന്നത് വരെ പഠിക്കാം, അത് കഴിഞ്ഞാൽ പഠിക്കേണ്ട. നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കുക, എല്ലാ ദിവസവും പഠിക്കണ്ടേ? എത്ര നല്ലോണം പഠിക്കുന്നോ നല്ല ടീച്ചർ. പഠിക്കാൻ മടിയുള്ളവരൊക്കെ കണ്ടറിയാം. അവരുടെ ക്ലാസ്സുകളിൽ വളരെ മോശമായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അല്ലാത്തവർ നല്ല സോഷ്യലായിട്ട് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം എപ്പോഴാണ് എവിടുന്നോ ചോദ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. വന്നോ ചോദിക്കും, എന്ത് വേണമെങ്കിലും ചോദിക്കും. എനിക്ക് അറിയണമെങ്കിൽ പറയാം, അറിയില്ലെങ്കിൽ പറയില്ല എന്ന് പറയാനുള്ള കഴിവുണ്ടാവും.
ജോബിലും അങ്ങനെയാണ്. ഗിവ് മീ എനി ജോബ്, എന്ത് ജോബ് വേണമെങ്കിൽ എന്താ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയണം. വണ്ടർഫുൾ, സന്തോഷം. അനന്തു തന്നെയാണ് ആൻസറും തന്നത്. സുധാമൂർത്തി എന്ന് ആൻസർ തന്നതും ഇൻഫോസിസ് തന്നതും ഒക്കെ അനന്തമാണ്. എന്താ ചെയ്യണം അനന്തു? വാട്ട് ഡു യു ഡു? സാർ ഞാൻ ബി ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. വണ്ടർഫുൾ. എന്റെ കവിതാ പുസ്തകമൊക്കെ വായിച്ചിട്ടൊന്ന് അതിനൊരു കമന്റ് എഴുതണേ. ഓക്കെ സാർ. ലൈഫ് ഓഫ് ലവ് എന്റെ വെബ്സൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, drtps-shiksha.in. അതിനകത്ത് പോയാൽ ബുക്സ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ യു ഗെറ്റ് മെനി ബുക്സ്. അതില് റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ. അനന്തൊക്കെയാണ് ആ റേസ്. ആ സൂര്യരശ്മികൾ പതിയുമ്പോഴാണ് ഇന്ത്യയെ നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുക. അങ്ങനെ കൊണ്ടുവരുന്ന യൂത്ത് കുറെ പേര് കോൺട്രിബ്യൂട്ട് ചെയ്ത ആർട്ടിക്കിൾസ് ആണ് ആ ബുക്കിൽ. അത് ചെയ്യാൻ സാധിക്കണം, നല്ല ആർട്ടിക്കിൾസ് എഴുതാൻ സാധിക്കണം. എന്റെ ബുക്സും ഉണ്ട്. റൈറ്റിംഗ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സീ ദിസ് റിതം ഓഫ് ലൈഫ്. അതർവൈസ് ടൈപ്പ് ഇൻ റിതം ഓഫ് ലൈഫ് ആൻഡ് ദെൻ സെർച്ച് Dr. TPS. മൈ ഷോർട്ട് നെയിം ഈസ് DRTPS. DR for doctor, T for teachers, P for parents, S for students. Dr. TPS. Temperature, pressure second, top police service, Tallipudi Shashikumar. Sir, female is future empowerment, അല്ലെങ്കിൽ women is future empowerment എന്നുള്ള ടോപ്പിക്കിനെ ആസ്പദമായി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. സർ എനിക്ക് പറഞ്ഞു, കർമ്മമണ്ഡലങ്ങളിൽ സ്വന്തം ഏരിയാസിൽ മാക്സിമം ജോലി ചെയ്തതിനു ശേഷം സ്വന്തം വ്യക്തിത്വം രൂപീകരിക്കുന്നതിനാണ് ശാക്തീകരണം എന്നൊരു പ്രയോഗം സാർ നടത്തിയിരുന്നു. അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും നമ്മളുടെ സമൂഹത്തിലായിരിക്കുമ്പോൾ അനുമതികളിൽ കുറച്ച് വ്യത്യാസമില്ലേ എന്നുള്ളൊരു ചോദ്യം ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അനുമതികളിൽ യാതൊരു വ്യത്യാസമില്ല. എപ്പോഴാണ് അനുമതികളിൽ വ്യത്യാസം? ഇഫ് യു ആർ അൺക്വാളിഫൈഡ്, ഇഫ് യു ആർ അൺഎഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും വ്യത്യാസമുണ്ട്. 3, ഇഫ് യു ആർ നോട്ട് എംപ്ലോയിഡ്. നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ കുറേ ഫ്രീഡം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഡിറ്റർമിൻ ചെയ്തെടുക്കില്ലേ? പറ, വൈ ഡു യു വാണ്ട് ടു ലിസൺ ടു സംബഡി എൽസ് വെൻ യു ഹാവ്? അതുകൊണ്ടാണ് ഭാരതീയ ശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. Understood? You have to get your job first. Make your stamp. Prove that you are eligible. ഒരു IAS ആയി എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ തന്നെ കളക്ടർ ആയിട്ടുണ്ടായിരുന്ന, സബ് കളക്ടർ ആയിരുന്ന സമയത്താണ് ഞാൻ CMS കോളേജിൽ. ആരാണ് നിങ്ങളുടെ നാട്ടുകാരി? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി IAS. അവരുടെ ആദ്യത്തെ പോസ്റ്റിംഗ് കോട്ടയത്താണ്, സബ് കളക്ടറായിട്ട്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് അവർ ISROയിലെ ഒരു എംപ്ലോയിയുടെ മകളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോട്ടയത്ത് ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് ഷീ വാസ് ടോക്കിംഗ്. ആക്ച്വലി നിങ്ങൾക്കിപ്പം ഒരു പുറത്ത് ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. IAS സെലക്ഷൻ കിട്ടിയാൽ മസൂറിക്ക് അയക്കാണ്ടിരിക്കുമോ നിങ്ങളെ? ഏത് അച്ഛനും അമ്മയും അയക്കാണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ IAS പാസ്സാവില്ല എന്നങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ബാരിയർ. സോ ഇറ്റ്സ് ഓൾ സെൽഫ് ക്രിയേറ്റഡ് ബാരിയർ. വലിയ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. വലിയ ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? IAS ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോകണം, സിവിൽ സർവീസ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴോ? ഞാൻ IASന് വേറൊരു എക്സ്പാൻഷൻ കൊടുക്കാറുണ്ട്, ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ്. ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ്. നിങ്ങൾ IAS ആഗ്രഹിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അക്കാഡമിക്കലി സക്സസും കൂടി ആവണം. അങ്ങനെ സക്സസ് ആണെന്ന് വിചാരിക്കേ, കുടുംബത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ സമൂഹം ഇടപെടും, നിങ്ങളുടെ ടീച്ചേഴ്സ് ഇടപെടും, പ്രിൻസിപ്പൽ ഇടപെടും. ആർക്കെങ്കിലും നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളെ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യു ടോക്ക് ടു മീ, ഐ വിൽ മേക്ക് ദം ടു അഗ്രി ഫോർ ദാറ്റ്, വാട്ട് എവർ യു വാണ്ട് ടു ഡു. പക്ഷേ യു മസ്റ്റ് പ്രൂവ് ദാറ്റ് യു ഹാവ് ദാറ്റ് മെറിറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദുബായിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം നോമ്പ് തുറ ഒരു വീട്ടിൽ എന്നെ ക്ഷണിച്ചു ഭക്ഷണത്തിന്. ക്ഷണിച്ച സമയത്ത് ഇവരെന്താ എന്നെ ക്ഷണിക്കണം, എന്താ കാരണം എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഏതോ ഒരു നമ്പറിൽ നിന്നൊരു കോള് വന്നു, പിന്നെ സംസാരിച്ചു, സാർ എന്തായാലും വരണം, വന്ന ഒരു സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. സോ മൈ നെവ്യൂ ടുക്ക് മീ ദർ. ഞങ്ങൾ രണ്ടാളും പോയിരുന്നു. ആ പോയ സമയത്ത് ആ ഒരു സ്റ്റുഡൻറ്റ്, ഞാൻ ഈ കുട്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ദന്തൽ കോളേജിൽ BDS പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഷീ യൂസ് ടു ബി ഇൻ കോൺടാക്ട് വിത്ത്. പക്ഷെ അത് കഴിഞ്ഞ സമയത്ത് മാരേജ് കഴിഞ്ഞ് ദുബായിലേക്ക് വിട്ടു.
ആ ദുബായിലെത്തിയ സമയത്ത് ഷീ സേസ് നൗ എനിക്ക് MDS പോകണം, ഹയർ സ്റ്റഡീസിന് പോകണം. ഉപ്പ സമ്മതിക്കുന്നില്ല, ഭർത്താവിൻ്റെ ഉപ്പ സമ്മതിക്കുന്നില്ല, ഉമ്മ സമ്മതിക്കുന്നില്ല, എല്ലാവരും എതിർപ്പാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി, ഇവരാരോടും ചോദിക്കാതെ നിനക്ക് MDS അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? റൈറ്റ് ദ എൻട്രൻസ് എക്സാം. എൻട്രൻസ് എക്സാം എഴുതൂ, അഡ്മിഷൻ കിട്ടൂ, എന്നിട്ട് പറ സമ്മതിക്കുന്നില്ല. അഡ്മിഷൻ കിട്ടി, എൻട്രൻസ് എക്സാം എഴുതി, ഷീ ഗോട്ട് ഇൻ ടു MDS നോ, ഷീ പാസ്ഡ് MDS. അപ്പൊ പലപ്പോഴും നമ്മുടെ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കുടുംബത്തിൽ നിന്ന് സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവില്ല, പ്രൊവൈഡഡ് യു ഷോ ദാറ്റ് യു ഹാവ് മെറിറ്റ്. അത് അത്യാവശ്യം. സർ, തീർച്ചയായും നമുക്ക് അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ പഠനത്തിലൂടെ ആണെങ്കിലും ജോലിയിലൂടെ ആണെങ്കിലും നേടിയെടുക്കുന്ന നേട്ടങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ ഗതിയിൽ മാറ്റം വരും തീർച്ചയായും. പക്ഷേ ഒരു പക്ഷെ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ വേർതിരിച്ച് കാണുന്ന രണ്ട് വിഭാഗമാണ് ആണും പെണ്ണും നമ്മുടെ സമൂഹത്തിൽ. സർ, അതിനോട് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജനിച്ച് വീഴുന്ന നിമിഷം മുതൽ വേർതിരിക്കപ്പെടുന്ന ഈ കുട്ടികളുടെ മനസ്സിൽ ഒരു വിഭാഗത്തിനോട് കരയരുത്, അല്ലെങ്കിൽ നീയാണ് ശക്തിയുള്ളവൻ, അല്ലെങ്കിൽ നീയാണ് സംരക്ഷകൻ എന്നുള്ള രീതിയിൽ വളർത്തുകയും മറ്റൊരു വിഭാഗത്തോട് ബലഹീനരായിരിക്കുവാനും സംരക്ഷണം തേടുവാനും പറഞ്ഞ് പഠിപ്പിച്ച് വളരുന്ന ഒരു സെക്ഷനില് അവരുടെ ചിന്താധാരയിൽ തന്നെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയല്ലേ. അവർ ഒരേപോലെ പഠിച്ച് പരീക്ഷ എഴുതുമ്പോഴും നമുക്കറിയാം പല യൂണിവേഴ്സിറ്റികളിലും ലൈബ്രറി ടൈം മുതൽ ഒത്തിരി അധികം വ്യത്യാസങ്ങൾ ആൺകുട്ടികൾക്കും കുട്ടികൾക്കുമുണ്ട്. അപ്പോ അത്തരത്തിലുള്ള വ്യത്യാസങ്ങളും തരംതിരിവുകളും ഒക്കെ തേടി ഈ കുട്ടികളോട് പറയുമ്പോൾ നമുക്ക് പഠിച്ചു വളരുക അല്ലെങ്കിൽ ജോലി നേടുക എന്ന് പറയുന്നത് ഇരു വിഭാഗക്കാർക്കും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്കും ഒരേപോലെ ഒരു യാത്രയായിരിക്കുമോ സർ? മേരി കോം എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? Such a powerful movie. Yes. Where the lady doesn't care. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയുന്നത് ഇതില്ല, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യത്യാസം ഉണ്ട്. ബയോളജിക്കലി ദർ ഇസ് എ ഡിഫറൻറ്റ്. സി, ശിവനും പാർവതിയും ഡാൻസ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദം. ഓൾ ദ പോസ്റ്റേഴ്സ് വാട്ട് ശിവ ക്യാൻ ഡു, പാർവതി കനോട്ട് ഡു. നമ്മൾ വ്യത്യാസം ബയോളജിക്കലി ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. വ്യത്യാസം ഇമോഷണലി ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. വ്യത്യാസം ഇന്റലക്ച്വലി ഉണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം. ഇന്ത്യയിൽ മാത്രമോ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഫ്യൂ പ്രൊഫഷൻസ് നഴ്സിംഗ്. എപ്പോഴെങ്കിലും പുരുഷന്മാർക്ക് ഇതിൽ ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഇംപോസിബിൾ. ബിക്കോസ് ലേഡി നേഴ്സ് ചെയ്യുന്ന പല സംഭവങ്ങളും ജെൻസ് നേഴ്സിന് ചെയ്യാൻ പറ്റില്ല. See how many ladies will go to a male gynecologist? There are male gynecologists. ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു ഭാഗം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് പഠിച്ചുകൂടാ? പഠിച്ചിട്ട് ഡോക്ടറായിട്ടുള്ളവർ എനിക്കറിയാം. ബട്ട് ദേ ഡോണ്ട് ഗെറ്റ് കേസസ്. അപ്പം there is a difference. We cannot say that biologically there is no difference. ടീച്ചിങ് പ്രൊഫഷൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, up to 12th grade, probably you take the number of teachers, 80% teachers are female. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ടാണ്? അത് ബുദ്ധി കൂടുതലുള്ളതുകൊണ്ടാണോ അവർ? അല്ല. ബിക്കോസ് യു നീഡ് കമ്പാഷൻ, യു നീഡ് എംപതി, യു നീഡ് കെയർ. ആ എബിലിറ്റി ഭഗവാൻ കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. സോ ഐ എം 100% ഷുവർ there is a great ability in the ladies where they are much better. So അത് ഡിവൈഡ് അല്ല, അതൊരു ബയോളജിക്കൽ കൺസെപ്റ്റ് ആണ്. That is a concept which we should understand and learn. Yeah, therefore it is must. മനസ്സിലായോ? ആ ലീഡിങ് എബിലിറ്റി, മച്യൂരിറ്റി. യു ടേക്ക് 18 ഇയർ ആയിട്ടുള്ള ഒരു ഗേളും 18 ഇയർ ആയിട്ടുള്ള ഒരു ബോയും തമ്മിലുള്ള മച്യൂരിറ്റി ഡിഫറൻസ്. വൈ 13 ഇയേഴ്സ് ഗേളും 13 ഇയേഴ്സ് ബോയും തമ്മിലുള്ള മെച്യൂരിറ്റി? വെൻ വി ലേൺ സൈക്കോളജി, ഐ ലേൺ സൈക്കോളജി.
നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ എന്തിനാ ജെൻഡർ തിരിച്ചിട്ട് സൈക്കോളജി പഠിക്കുന്നത്? 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും 13 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കും ആർക്കാണ് മച്യൂരിറ്റി കൂടുതൽ ഉണ്ടാവുക? You know, the lot of lessons which girls learn from her mother is a great lesson for ladies to become more matured. അതേ സമയത്ത് അതേ പ്രായത്തിലുള്ള ആൺകുട്ടികൾക്ക് അവരുടെ പ്രോബ്ലംസ് അച്ഛനോടും പറയാൻ പറ്റില്ല, അമ്മയോടും പറയാൻ പറ്റില്ല. അവർ പോയി ഫ്രണ്ട്സിനോട് പറയും. ഫ്രണ്ട്സ് ആകെ അത് കൊളാക്കും. കൊളം എന്നുള്ളത് മലയാളത്തിൽ മോശം വാക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതുകൊണ്ടാണ്. അതർവൈസ് ഐ അപ്രീഷിയേറ്റ് കൊളം ഈസ് എ ബ്യൂട്ടിഫുൾ വേർഡ്, റൈറ്റ്? അപ്പം അവരെന്ത് ചെയ്യും? ദേ ആർ ഗെറ്റിംഗ് മിസ്ലെഡ്. ആ മിസ്ലീഡിംഗ് ആണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം. അതെന്തുകൊണ്ടാണ്? ഈ ചെറിയ ബോയ്സിന് അവരുടെ പ്രോബ്ലംസ് അച്ഛനോടും പറയാൻ പറ്റില്ല, അമ്മയോടും പറയാൻ പറ്റില്ല. ഫ്രണ്ട്സിനോടാണ് അവർ ഷെയർ ചെയ്യുക. ആ ഫ്രണ്ട്സ് അവരെ മിസ്ലീഡ് ചെയ്യുന്നു. അതേ സമയത്ത് ഗേൾസിന് ദേ ഗെറ്റ് പ്രൊട്ടക്റ്റഡ്, ദേ ഗെറ്റ് ഓൾ ദ സപ്പോർട്ട് വിച്ച് ഈസ് റിക്വയർഡ് ഫ്രം ഹെർ മദർ. Probably they will not tell the problems to father, but father also understands these problems are there. പക്ഷെ അതേ പ്രോബ്ലം ആൺകുട്ടികളില് they don't even open up. അപ്പോൾ these are all natural phenomena which is happening, which needs a great change. We need great counselors, we need people to whom you can talk openly. ഇതൊക്കെ അത്യാവശ്യമാണ്. അപ്പൊ ഇതില്ലാത്തത് കൊണ്ടാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ അല്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൺ ഇൻഡിവിജ്വലി, ഇറ്റ് ഹാസ് ടു ഹാപ്പൺ ഇൻ ദ ഹോം. അത് വീട്ടിലും ഇൻഡിവിജ്വലി നടക്കാത്തിടത്തോളം കാലം ഇഫ് യു സ്റ്റാർട്ട് മേക്കിംഗ് എ സോഷ്യൽ ചേഞ്ച് ഇറ്റ് മേ നോട്ട് ഹാപ്പൺ ദാറ്റ് എഫക്റ്റീവ്, റൈറ്റ്? അതിനാണ് നമ്മൾ സോഷ്യൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ്, അത് ഇൻഡിവിജ്വലി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഇത്തരം സിനിമകളും എഴുത്തുകളും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനെ കാറ്റഗറൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പെണ്ണെഴുത്തുകൾ എന്നൊക്കെ കാണുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ നമ്മൾ കമലാദാസിനെയോ അല്ലെങ്കിൽ ബാലാമണിയമ്മയെയോ അവരെയൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു സ്ത്രീ എഴുത്തുകാരി എന്നുള്ള രൂപത്തിലൊന്നല്ല നമ്മൾ കാണും. ഷീ ഈസ് സംവൺ ഹു ക്യാൻ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ് ടു ദ നോ, അങ്ങനെയാണ് കാണേണ്ടത്. അത് എഴുത്തിലും അങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നത്, പാർട്ടിയിലും പാർട്ടീഷൻ ചെയ്യുന്നു, പൊളിറ്റിക്സിലും പാർട്ടീഷൻ ചെയ്യുന്നു, എല്ലാത്തിലും പാർട്ടീഷൻ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത് സമൂഹത്തിൽ നിന്ന് മാറിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വി ആർ സീയിങ് റിസർവേഷൻ, വി ആർ സീയിങ് സംതിങ് സ്പെസിഫിക്. ഗായത്രിക്ക് ഒരു ചോദ്യമുണ്ട് ചാറ്റില്. ഓൾ യുവർ റൈറ്റിംഗ്സ് ഇവോൾവ് അറൌണ്ട് ദ മീനിങ് ഓഫ് ലൈഫ്. ഹൗ ഡസ് സ്പിരിച്വാലിറ്റി കം ഇൻ ടു പിക്ചർ when we speak of science? Most of the life problems doesn't have answer in science. സയൻസിന് ആൻസർ ചെയ്യാൻ പറ്റാത്ത കുറേ ലോകത്തിലുള്ള സംഭവങ്ങൾ അനുഭവങ്ങളാണ്. അനുഭവങ്ങൾക്ക് സയന്റിഫിക് റീസൺസ് ഇല്ല. സാക്ഷാത് അനുഭവൈർദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിതഃ ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ലോകത്തിൽ ഉപകാരമായിട്ടുള്ള പല സംഭവങ്ങളും സയൻസ് ആണെന്ന് നമ്മൾ ധരിക്കപ്പെടുന്നുണ്ട്. അത് ശാസ്ത്രമാണ്. അത് ഇന്നത്തെ സയൻസ് വെച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല, അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ശാസ്ത്രമാണ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ആ സ്പിരിച്വൽ പവർ എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കാൻ സാധിപ്പിക്കുന്നത് എൻ്റെ ബുദ്ധിയോ എൻ്റെ മനസ്സോ എൻ്റെ അറിവോ എൻ്റെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയ ഗുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം, ഒരു ബ്രഹ്മമുണ്ട്. ആ ബ്രഹ്മമാണ് എന്നെ ക്രിയേറ്റീവ് ആക്കുന്നത്. ആ അറിവ് എനിക്കുണ്ടാവുമ്പോഴാണ് എ സെൽഫ് റിയലൈസേഷൻ കംസ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സേ ഐ ക്യാൻ ഗിവ് എ ടോക്ക്, യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റുന്നത്? ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഈസ് സംതിങ് ഇൻ മീ വിച്ച് വിൽ അവേക്ക് ടു ഗിവ് എൻ ആൻസർ എന്ന് പറയുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് നല്ല പോലെ പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്ക്രിപ്റ്റേഴ്സിലെ ദർ ഈസ് എൻ ഇന്നർ മീനിങ്. അത് ഫിസിക്കലായിട്ട് കാണുന്നതാണ് ശാസ്ത്രമെങ്കിൽ ഫിസിക്കലായിട്ട് കാണാത്ത അതിനെയാണ് ഫിലോസഫി എന്ന് പറയാം. ഫിലോസഫി ഈസ് ദർശനശാസ്ത്രം എന്നാണ് മലയാളം. ദർശനം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതല്ല. കണ്ണുകൊണ്ട് കാണുന്നതിനെ മാത്രം വിശ്വസിക്കുന്നവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനെയും എനിക്ക് ദൃഷ്ടാവ് കാണിച്ചു തരാൻ സാധിക്കുന്ന ഒരു ദൃഷ്ടാവുണ്ടെന്നും അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മനുഷ്യനും ബാക്കി മൃഗങ്ങളോ ജീവികൾക്കോ ഇല്ലാത്തത് എന്ന് നമ്മൾ ഇപ്പൊ വിചാരിക്കുന്നു. അതും കൃത്യമായിട്ട് അറിയില്ല. ചെടികൾക്ക് ഇല്ലാത്തൊരു കഴിവ്. അത്
പഠനത്തിന്റെ ഉള്ളിലൂടെ പോകുന്നത്. അതാണ് കവിയെ കവിയാക്കുന്നതും എഴുത്തുകാരനെ എഴുത്തുകാരനാക്കുന്നതും ചിന്തകനെ ചിന്തകനാക്കുന്നതും. അത് സയൻസാണ്. ആ സയൻസാണ് ആചാര്യ നാഗാർജുന പറഞ്ഞതുപോലെ സാക്ഷാത് അനുഭവൈർ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത. അതുകൊണ്ട് എൻ്റെ എല്ലാ കവിതകളിലും എൻ്റെ പുസ്തകങ്ങളിലും ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന കവിതാ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ വളരെ ടീനേജ് ആയിട്ടുള്ള സർഫസ് ആയിട്ടുള്ള പെർട്ടർബേഷൻസ് ഓഫ് ലവ് കാണാം. ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന മൂവിയിൽ, കവിതയിൽ. പക്ഷെ അതിനകത്തൊരു 3-4 പ്രാവശ്യം സ്പിരിച്വൽ ആയിട്ട് വായിച്ചു നോക്കുമ്പോൾ യു ഗെറ്റ് എ ടോട്ടൽ ഇന്നർ മീനിങ്. അതുകൊണ്ട് എഴുത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ടാവും, ഒരു ഇന്നർ മീനിങ് ഉണ്ടാവും. അത് 2-3 പ്രാവർത്തി വായിക്കുമ്പോൾ മനസ്സിലാവും, ഓ ദിസ് ഈസ് വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി. അങ്ങനെയാണ് സ്പിരിച്വാലിറ്റി കംസ് ഇൻ ടു പിക്ചർ. റൈറ്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിരിച്വാലിറ്റി ആൻഡ് ലൈഫ്? ഒരു വ്യത്യാസവും ഇല്ല. ഹ്യൂമൻ ബീയിങ്, ആത്മീയ പുരുഷന്മാർ, നമ്മുടെ ബുദ്ധി നമ്മളോടൊന്ന് ചെയ്യാൻ പറയും, മനസ്സ് ഒന്ന് ചെയ്യാൻ പറയും. മനസ്സും ബുദ്ധിയും തമ്മിൽ കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദ കോൺഫ്ലിക്റ്റ് ഈസ് ബിറ്റ്വീൻ ദ ബുദ്ധി ആൻഡ് ദ മനസ്. അപ്പോൾ സ്പിരിച്വാലിറ്റി tells you there is another portion in you that is what is called ആത്മീയത. അയാളാണ് ആത്മീയ പുരുഷൻ എന്ന് പറയുക. അവരാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നത്. അതുള്ളത് കൊണ്ടാണ് കോൺഫ്ലിക്റ്റ്. അല്ലെങ്കിൽ ബുദ്ധിക്ക് ബുദ്ധിയുടെ വഴി, മനസ്സിന് മനസ്സിന്റെ വഴി. പക്ഷെ ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആത്മാവിനുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ മിർച്ചി ബജ്ജി കഴിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചു. ഉടനെ നമുക്ക് അയ്യോ കഴിക്കണ്ടായിരുന്നു, ഇതാരാ എന്നോട്, ഈ കഴിച്ച എന്നോട് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഞാൻ പറയാണ് കഴിക്കണ്ടായിരുന്നു, അതാരാ? സോ ദർ ഈസ് എ നോയർ ആൻഡ് എ നോളജ്. എൻ്റെ ഉള്ളിൽ ഞാനെന്ന് അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ ഞാനെന്ന് എന്നെ അറിയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നോയിങ് ദ നോയർ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് ഡൽഹിയിലെ ഒരു കോളേജിൽ അവർക്ക് പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള നോ ദ നോയർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഡൽഹിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യൂത്തിന് കൊടുത്തിട്ടുള്ള ടോക്കാണ് ഹൗ ടു സേ നോ. നമുക്ക് പറയണമെന്നുണ്ട്, ബുദ്ധി പറയുന്നത് നോ എന്ന് പറ, നോ എന്ന് പറയാതെ. മനസ്സ് പറയും യെസ് എന്ന് പറ, യെസ് എന്ന് പറയാതെ. ഈ കോൺഫ്ലിക്റ്റ് അല്ലേ മനുഷ്യന്റെ കോൺഫ്ലിക്റ്റ്. മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് അതാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ മാൻ ഓഫ് കോൺഫ്ലിക്റ്റോളജി എന്ന് പറയാം. ആ കോൺഫ്ലിക്റ്റോളജി ഇല്ലാതെ മഹാത്മാഗാന്ധിയെ നയിച്ചത് സ്പിരിച്വാലിറ്റിയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഗീത ഈസ് മൈ മദർ, ഭഗവത്ഗീതയാണ് എൻ്റെ അമ്മ, എന്നെ പഠിപ്പിച്ചതൊക്കെ ഭഗവത്ഗീതയിലെ ലെസൺസ് ആണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പൊ ലൈഫ് എന്ന് പറയുമ്പോൾ ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് എ ഹയർ ലൈഫ്, ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് മോർ സോഷ്യൽ, then you have to get a spiritual life. You want to be more intellectual, get into spirituality. You want to know how to, അതാണ് ഭഗവത്ഗീത പറയുന്നത്, ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ്. ഇപ്പം ഈ ഒരു 5 ദിവസം ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ് ഞാൻ, 4:30 മുതൽ 5:30 വരെ ഓൺലൈൻ. ഈ ഭഗവത്ഗീതയിൽ എസൻസ് എന്ന് പറയുന്നത് ഹൗ ഡു യു മേക്ക് നോ കോൺഫ്ലിക്റ്റ് ഇൻസൈഡ് യു. അർജുനൻ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് ആണ്, അതുകൊണ്ട് യു ബിക്കം നോട്ട് ആക്റ്റീവ്. ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ബോണ്ടേജിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം. ആ ബോണ്ടേജ് ആണ് ഈ പ്രോബ്ലം. അയ്യോ എൻ്റെ ഫാമിലി, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ 6ാമതൊരു സംഭവമുണ്ട്, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി. ലാസ്റ്റ് വൺ പരാക്രമം. പരാക്രമം എന്താണ്? എൻ്റെ അറിവിതാണ്, ഞാനത് ചെയ്യാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അച്ഛനായാലും അമ്മയായാലും പാരൻസ് ആയാലും അത് ഗാർഡിയൻ ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മുടെ ലീഡേഴ്സ് ആയാലും ബോസ് ആയാലും അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ അതിനെയാണ് പരാക്രമം എന്ന് പറയാം. ആർക്കാ പരാക്രമം ഉണ്ടാവുക? ആ കഴിവുണ്ടാവുക പ്രൊവൈഡഡ് യു ആർ ഫിലോസഫിക്കലി സ്ട്രോങ്. ഹൗ ഡു യു ബിക്കം ഫിലോസഫിക്കലി സ്ട്രോങ്? ഗെറ്റ് ഇൻ ടു the scriptures which describes lot of examples. അത് പറയുമ്പോൾ നമ്മൾ സ്ട്രോങ്. അതാണ് സ്പിരിച്വാലിറ്റി. അത് റിലീജിയൻ അല്ല. ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു ചെറിയ പയ്യൻ അവൻ്റെ കഥ പറഞ്ഞ് എനിക്ക് പഠിക്കണമെന്നുണ്ട്, ഞാൻ സാറിനെ കുറേ വർഷമായിട്ട് ഫോളോ ചെയ്യണു, എൻ്റെ ഒരു പടം കണ്ടിട്ടുണ്ട് മനോരമയിൽ, ഞാൻ തെങ്ങ് കയറുന്നു, അത് മുറിച്ച് അവൻ വെച്ചിട്ടുണ്ട്, അത് ഡിക്ഷണറിയിൽ എവിടെയോ കണ്ടു. അപ്പോഴാണ് അവന് തോന്നിയത് ഇനിയും സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് അവൻ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞത് എനിക്ക് പഠിക്കണം, കുറേ സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കണം. ആ പയ്യന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് ബാക്കി കുറച്ച് പേരൊക്കെ ചേർന്നെന്ന് മാത്രം. അപ്പോൾ സ്പിരിച്വാലിറ്റി ഈസ് സംതിങ് വിച്ച് ഗിവ്സ് യു ലോട്ട് ഓഫ്
മെസ്സേജസ്. ദാറ്റ് മെസ്സേജസ് ഈസ് വാട്ട് മേക്സ് യുവർ ലൈഫ് സ്ട്രോങ്ങർ, വിച്ച് സപ്പോർട്ട്സ് യു. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഒരു ഗൈഡ്. വേറെ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ ഞങ്ങൾ സർക്കമെന്റ് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും, റെസൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് അവനവന് ധൈര്യം ഉണ്ടാവുന്ന ഒരു റിയലൈസേഷൻ ഉണ്ടാവും. അതാണ് സ്പിരിച്വാലിറ്റി. ദാറ്റ് ഈസ് ലൈഫ് സയൻസ്. താങ്ക് യു സർ. മറ്റു ചോദ്യങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് സർ പറഞ്ഞ പോലെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും തുടങ്ങി പല മേഖലകളിലും സ്ത്രീ പുരുഷ വേർതിരിവുകൾ ഒത്തിരിയധികം ഉണ്ട്. അതൊക്കെ തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വീടുകളിലും വിദ്യാലയങ്ങളിലും നിത്യജീവിതത്തിലും സ്ത്രീ പുരുഷ വേർതിരിവുകൾ മാറി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ലിംഗഭേദങ്ങളെ ഭേദിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലെ കർമ്മമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്നതിനാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സാറിന് ഒത്തിരി നന്ദി. അടുത്തതായി 5 ഫീൽഡുകളിലാണ് നിങ്ങൾ വ്യക്തിമുദ്ര പതിപ്പിക്കേണ്ടത്. ഒന്ന് പൊളിറ്റിക്സ്, ജുഡീഷ്യറി, അഡ്മിനിസ്ട്രേഷൻ, മീഡിയ ആൻഡ് എഡ്യൂക്കേഷൻ. തീർച്ചയായും സാർ, ഇവിടെയുള്ള കുട്ടികൾ ഓരോരുത്തരും സാറിന്റെ കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അവയൊക്കെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ഇവർക്കൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വനിതാ ദിന ആഘോഷത്തിനനുബന്ധമായി സെന്റ് സ്റ്റീഫൻസ് കോളേജ് വുമൺ സെൽ കുറച്ച് മത്സരങ്ങൾ നടത്തിയിരുന്നു. പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ, സെയിന്റ് സ്റ്റീഫൻസ് വാനമ്പാടി കോമ്പറ്റീഷൻ, മിസ് സെയിന്റ് സ്റ്റീഫൻസ് കോമ്പറ്റീഷൻ. ഇവയുടെ ഫലപ്രഖ്യാപനമാണ് അടുത്തതായി. അതിനായി പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ മിസ് ലല്ലി കേസരിയെ ക്ഷണിക്കുന്നു. ചെറിയ തടസ്സമുണ്ടായി. വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇതിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്.